Good evening. This is Akshaya. I had an All India rank of 2627 in the year 2020. Now I'm doing third year MBBS in AIMS Nagpur. Today we'll be continuing with the last part of the chapter, Organism and Population. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താന്ന് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് വിൽ ഗെറ്റ് ഇൻ ടു ടുഡേസ് പാർട്ട്. നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത് പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഡിസ്കസ് ചെയ്തു ആൻഡ് പോപ്പുലേഷൻ ഡെൻസിറ്റി എങ്ങനെയാണ് മെഷറബിൾ ആയിട്ടുള്ളത്, ഏത് മോഡ് ഓഫ് മെഷർമെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് കണ്ടു. പിന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് എങ്ങനെയാണ് നടക്കുക ആൻഡ് അതിൽ വേരിയസ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഡിപ്പെൻഡ് ചെയ്യാന്ന് കണ്ടു. ഏതൊക്കെ എന്നിട്ട് ഇനി പോപ്പുലേഷൻ ഡെൻസിറ്റി ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, പോപ്പുലേഷൻ ഡെൻസിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടു. ഏതൊക്കെയാണ്? നേറ്റാലിറ്റി അല്ലെങ്കിൽ ബർത്ത് റേറ്റ്, മോർട്ടാലിറ്റി അല്ലെങ്കിൽ ഡെത്ത് റേറ്റ്, എത്ര പേര് എമിഗ്രേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര പേര് ഇമിഗ്രേറ്റ് ചെയ്യുന്നു. ആൻഡ് ഒരു കാര്യം കൂടി ഇമ്പോർട്ടന്റ് ആയി പറയുന്നു, മോസ്റ്റ്ലി റിലയബിൾ നമ്മൾ ഏതാണ് ഉപയോഗിക്കുക? നേറ്റാലിറ്റി അല്ലെങ്കിൽ മോർട്ടാലിറ്റി ആണ് ഉപയോഗിക്കുക. പക്ഷെ ഒരു ന്യൂലി ഉണ്ടായി വരുന്ന ഒരു പോപ്പുലേഷൻ, ന്യൂലി ഹാബിറ്റാറ്റ് ഉണ്ടാക്കി വരുന്ന ഒരു പോപ്പുലേഷന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏതാണ്? ഇതിൽ നാലില് ഏറ്റവും ഇമ്പോർട്ടന്റ് അങ്ങനെയുള്ള ഒരു പോപ്പുലേഷൻ ഇമിഗ്രേഷൻ ആണെന്നും കണ്ടു. അത് കഴിഞ്ഞ് ഗ്രോത്ത് മോഡൽസ് പോപ്പുലേഷന്റെ ഗ്രോത്ത് മോഡൽസ് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് കണ്ടു. ഫസ്റ്റ് ഏതാണ്? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കാണാൻ പറ്റുന്ന എക്സാമ്പിൾ എപ്പോഴാണ്? വിത്ത് അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ഫുഡ്. അതായത് ലിമിറ്റഡ് അല്ല, അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ഫുഡ് ഉണ്ടെങ്കിൽ, അൺലിമിറ്റഡ് റിസോഴ്സസിന്റെ പ്രസൻസിൽ എന്ത് കാണിക്കും? ഓർഗാനിസംസ് എക്സ്പോണൻഷ്യൽ, അതായത് അതിന്റെ മാക്സിമം ഇന്നറ്റ് പൊട്ടൻഷ്യൽ പുറത്തെടുക്കും ഗ്രോ ചെയ്യാനുള്ള. ആൻഡ് ഫൈനലി എത്രയാവും? മാക്സിമം ഗ്രോത്ത് കാണിക്കും ആൻഡ് റീപ്രൊഡ്യൂസ് ചെയ്ത് പുതിയ പോപ്പുലേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനി രണ്ടാമത്തെ ടൈപ്പ് ലോജിസ്റ്റിക് ഗ്രോത്ത് വരുന്നത് ഏത് കോണ്ടെക്സ്റ്റിലാണ്? വെൻ ദി റിസോഴ്സസ് ആർ ഫൈനൈറ്റ്, അതായത് ലിമിറ്റഡ് ആണ്. അങ്ങനെയുള്ള കേസസിൽ നമുക്ക് ലോജിസ്റ്റിക് ടൈപ്പ് ഓഫ് ഗ്രോത്ത് കാണാൻ പറ്റും. ആൻഡ് രണ്ടിന്റെയും ഇക്വേഷൻസ് റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് കണ്ടിരുന്നു. ആൻഡ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നത് ആർ എന്ന് പറഞ്ഞ ടേം, അതായത് ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് എന്താണ്, എന്തിനെ ആക്സസ് ചെയ്യാനാണ് കണ്ടു. ഇതേ സാധനങ്ങൾ ലോജിസ്റ്റിക് ഗ്രോത്തിനും എങ്ങനെയാണ് ആപ്ലിക്കബിൾ എന്ന് കണ്ടു, അതിന്റെ ഇക്വേഷൻ കണ്ടു. ആൻഡ് അത് നമ്മൾ എങ്ങനെ ഡിറൈവ് ചെയ്തു, ആൻഡ് അതെങ്ങനെയാണ് ഗ്രോത്ത് കാണിക്കാന്ന് കണ്ടു. അതിന്റെ വേറെ പേര് വേൾഹൂസ്റ്റ്. ആ പേര് എന്നാലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അത് ഏത് കേസിൽ വരുന്നതാണ്? റിസോഴ്സസ് ലിമിറ്റഡ് ആയിട്ടുള്ള കേസിൽ വരുന്നതാണ് വേൾഹൂസ്റ്റ് പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത്. ഇത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് ലൈഫ് ഹിസ്റ്ററി വേരിയേഷനെ പറ്റി നമ്മൾ ഒരു ബ്രീഫ് ഡിസ്കഷൻ നടത്തി. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ് കണ്ടു. പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ആൻഡ് പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ, ഏറ്റവും ബ്രീഫ് ആയിട്ട് പറയുകയാണെങ്കിൽ എത്ര ടൈപ്സ് ഉണ്ട്? പ്രഡേഷൻ ആവാം, കോമ്പറ്റിഷൻ ആവാം, പാരസൈറ്റിസം ആവാം, കമൻസാലിസം ആവാം, അല്ലെങ്കിൽ മ്യൂച്വലിസം ആവാം. ഇനി അടുത്ത പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഈ ഓരോ ഇന്ററാക്ഷനിലും മിനിമം രണ്ട് സ്പീഷീസ് ഇൻവോൾവ് ആണെന്ന് നമുക്കറിയാം. ആൻഡ് ഈ രണ്ട് സ്പീഷീസിനും ഇൻവോൾവ് ആയിട്ടുള്ള രണ്ട് സ്പീഷീസിനും ഈ ഇന്ററാക്ഷൻ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ആണോ നെഗറ്റീവ് ഇമ്പാക്ട് ആണോ ഉണ്ടാക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ഓരോന്നിനും മ്യൂച്വലിസത്തിന് രണ്ടും പോസിറ്റീവ്, കോമ്പറ്റീഷന് രണ്ടും നെഗറ്റീവ്, ആൻഡ് ബാക്കിയുള്ളതിന് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്, അല്ലെങ്കിൽ ഒന്ന് പോസിറ്റീവ് ഒന്ന് ന്യൂട്രൽ അല്ലെങ്കിൽ സീറോ, ഒന്ന് നെഗറ്റീവ് അല്ലെങ്കിൽ ന്യൂട്രൽ അല്ലെങ്കിൽ സീറോ. ഇനി ഈ സൈൻസ് മാത്രം തന്ന് പോസിറ്റീവ് നെഗറ്റീവ് ഈ സൈൻസ് മാത്രം തന്ന് നമ്മൾ ഇന്ററാക്ഷൻ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് ഇന്ററാക്ഷൻ ആണ് പോസിബിൾ ആയിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റണം. ഇനി ഈ ടേബിൾ എന്താണ് കൊടുക്കുന്നത് ജസ്റ്റ് സമ്മറൈസ് ചെയ്തു. അതായത് മ്യൂച്വലിസത്തിൽ രണ്ടും പോസിറ്റീവ് ആണ്, അപ്പൊ രണ്ട് സ്പീഷീസും ബെനിഫിറ്റ് ചെയ്യും. പക്ഷെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കോമ്പറ്റീഷൻ, അതായത് രണ്ട് സ്പീഷീസും ലൂസ് ചെയ്യും. അതായത് രണ്ടിനും നെഗറ്റീവ് ഇമ്പാക്ട് ആണ് ആ ഇന്ററാക്ഷനിൽ കൂടി സംഭവിക്കാൻ പോകുന്നത്. ഇനി പാരസിറ്റിസത്തിലും പ്രഡേഷനിലും എങ്ങനെയാണ്? ഒരു സ്പീഷീസ് മാത്രം ബെനിഫിറ്റ് ചെയ്യും. അതായത് പാരസിറ്റിസം എടുത്ത് നോക്കിയാൽ ഏത് സ്പീഷിയാണ്? പാരസൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സ്പീഷി ബെനിഫിറ്റ് ചെയ്യുന്നു. ആൻഡ് പ്രഡേഷൻ എടുത്ത് നോക്കിയാൽ പ്രഡേറ്റർ ആണ് മറ്റേ ആളെ കൊന്നു തിന്നത്, അപ്പൊ ആര് ബെനിഫിറ്റ് ചെയ്യും? പ്രഡേറ്റർ ബെനിഫിറ്റഡ് ആവും. ഇനി നെക്സ്റ്റ് തിങ് എന്താണ്? കമൻസാലിസത്തില് ഒരു സ്പീഷീസ് ബെനിഫിറ്റഡും ആൻഡ് മറ്റേത് ബെനിഫിറ്റും ചെയ്യുന്നില്ല ഹാമും ആവുന്നില്ല, അതായത് ന്യൂട്രൽ എഫക്ട്. ഒരാൾക്ക് പോസിറ്റീവ് മറ്റേന് സീറോ, അങ്ങനെ വരുമ്പോൾ കമൻസാലിസം. ആൻഡ് ഫൈനലി അമൻസാലിസത്തിൽ എങ്ങനെയാണ്?
ഒരു സ്പീഷീസ് ഹാംഡ് ആവും ആൻഡ് മറ്റേ സ്പീഷീസ് എങ്ങനെയാ ന്യൂട്രൽ അല്ലെങ്കിൽ അൺഅഫക്റ്റഡ്. ഇങ്ങനെ ഓരോ ഇന്ററാക്ഷനിലും പറയാൻ അറിഞ്ഞിരിക്കണം. ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തിങ് പ്രഡേഷൻ. പ്രഡേഷൻ നമ്മൾ കാണുന്നത് ഫസ്റ്റ് തിങ് പ്രഡേഷന്റെ എന്താണ് അതിന്റെ ഡെഫിനിഷൻ എന്ന് അറിയണം. എങ്ങനെ ഒരു ഓർഗാനിസം മറ്റൊരു ഓർഗാനിസത്തിൽ ഫീഡോ അല്ലെങ്കിൽ കില്ലോ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ വിളിച്ചു പ്രഡേഷൻ. ആൻഡ് ഈ പ്രഡേഷൻ നടക്കണമെങ്കിൽ ഒരു പ്രഡേറ്ററും വേണം ഒരു പ്രേയും വേണം. എന്നിട്ട് ഈ പ്രേ ചെയ്ത് ഈ പ്രഡേറ്റർ കൊന്ന് തിന്നോ എന്താന്ന് വെച്ചാൽ ഫീഡ് ചെയ്യോ എന്താന്ന് വെച്ചാൽ ചെയ്യും. ആ പ്രോസസ്സിനെ നമ്മൾ വിളിച്ചു പ്രഡേഷൻ. ഇനി ഈ പ്രഡേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്താണ്, ഇതിന്റെ ആവശ്യകത എന്താണ് അത് നമ്മുടെ NCERT പറയുന്നു. ഈ പ്രഡേഷൻ ഇസ് എ മെത്തേഡ്, അതായത് ഇറ്റ്സ് എ നേച്ചേഴ്സ് വേ ഓഫ് ട്രാൻസ്ഫറിങ് എനർജി ടു ഹയർ ട്രോഫിക് ലെവൽസ്. അതായത് നമുക്കറിയാം പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് വഴി എനർജി ട്രാപ്പ് ചെയ്ത് അതിൽ ഫുഡായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഈ സ്റ്റോർ ചെയ്ത ഫുഡ് ഈ പ്ലാന്റ്സ് തിന്നുന്ന മറ്റേ ആനിമൽസിന് കിട്ടുന്നു. അപ്പോൾ എന്തായി, ഇവിടെ ഒരു ട്രാൻസ്ഫർ ഓഫ് എനർജി നടക്കാണ്. അങ്ങനെ പ്രഡേഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്താണ്, ഇറ്റ്സ് എ നേച്ചേഴ്സ് വേ ഓഫ് ട്രാൻസ്ഫറിങ് എനർജി ടു ഹയർ ട്രോഫിക് ലെവൽസ്. അതായത് പ്ലാന്റ്സ് ഫിക്സ് ചെയ്ത എനർജി ഹയർ ട്രോഫിക് ലെവൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ളൊരു മോഡ് അല്ലെങ്കിൽ മെത്തേഡ് ആണ് പ്രഡേഷൻ. ഇനി നമുക്ക് മോസ്റ്റ് കോമൺലി പ്രഡേഷൻ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വന്ന എക്സാമ്പിൾ എന്താണ്, ഒരു ടൈഗർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫോറസ്റ്റിൽ ഏതെങ്കിലും ഒരു ആനിമൽ ഒരു വീക്കർ ആയിട്ടുള്ളൊരു ഹെർബിവോറസിനോ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ DNA മറ്റോ എടുത്ത് പ്രേ ചെയ്ത് ഫൈനലി പ്രഡേഷൻ നടത്തുന്നു അല്ലെങ്കിൽ കൊല്ലുന്നു ടു ഫീഡ് ഓൺ ഇറ്റ്. പക്ഷെ ആസ് ഈസി അല്ലെങ്കിൽ ആസ് ബേസിക് ആയിട്ട് പറയാനാണെങ്കിൽ ഒരു സ്പാരോ ഒരു സീഡ് തിന്നുന്നതും ആക്ച്വലി എന്താണ്, പ്രഡേഷൻ ആണ്. കാരണം എന്താ, നമ്മുടെ ബേസിക് ഐഡിയ വെച്ച് പ്രഡേഷൻ എന്താണ് സംഭവിക്കുന്നത്, പ്ലാന്റ്സ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി ട്രാൻസ്ഫർ ആവാണ് ടു ദി ഹയർ ട്രോഫിക് ലെവൽസ്. ഈ സ്പാരോ സീഡ് തിന്നുന്നതിലും ഈ എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ടല്ലോ. ദ എനർജി വിച്ച് ഇസ് ഫിക്സ്ഡ് ബൈ പ്ലാന്റ്സ് ഇസ് ട്രാൻസ്ഫർ ടു ഹയർ ലെവൽസ്, ഹയർ ട്രോഫിക് ലെവൽസ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, പ്രഡേഷൻ തന്നെ വിളിക്കാൻ പറ്റും. അതായത് നെസസറിലി ടൈഗർ DNA തിന്നുന്നതോ അങ്ങനത്തെ സ്ട്രോങ് എക്സാമ്പിൾസ് മാത്രമല്ല, ആസ് ഈസി ആസ് ഇറ്റ് ഇസ് ഒരു സ്പാരോ ഒരു സീഡിനെ തിന്നത് പോലും ഒരു പ്രഡേഷൻ ആണ്. ഇനി പ്രഡേറ്റേഴ്സിന്റെ ഇമ്പോർട്ടന്റ് റോൾസ് എന്തൊക്കെയാണെന്ന് നോക്കാണ്. കാരണം എന്താ, നമുക്കറിയാം പ്രഡേഷൻ ആക്ച്വലി ഒരു സ്പീഷീസിന് ബെനിഫിറ്റ് ആണെങ്കിലും മറ്റേ സ്പീഷീസ് അതില് കില്ലാവുന്നുണ്ട്. അപ്പോ ഇതിന്റെ നീഡ് എന്തായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി ഒരു എല്ലാ ആനിമൽസിനും പ്ലാന്റ്സിനെ കഴിച്ചാൽ പോരായിരുന്നു, എന്നാ പിന്നെ ആരെയും കൊന്നു തിന്നേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു ഡൗട്ട് തോന്നുമ്പോൾ നമ്മൾ എന്ത് നോക്കണം, പ്രഡേറ്റേഴ്സിന്റെ ഇമ്പോർട്ടന്റ് റോൾസ് നോക്കണം ഇൻ നമ്മുടെ നേച്ചറിൽ അല്ലെങ്കിൽ എൻവയൺമെന്റിൽ. എങ്ങനെയാണ്, നമുക്ക് ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇറ്റ് ആക്ട്സ് ആസ് കണ്ടുവിറ്റ്സ് ഫോർ എനർജി ട്രാൻസ്ഫർ അക്രോസ് ട്രോഫിക് ലെവൽസ്. അതായത് അക്രോസ് ട്രോഫിക് ലെവൽസിൽ ഹയർ ആവുന്നോറും ഉള്ള ഓരോ ലെവലിലെ ഓർഗാനിസത്തിനും തമ്മിലുള്ളൊരു എനർജി ട്രാൻസ്ഫറിന് സഹായിക്കുന്ന ഒരു ചാനൽ അല്ലെങ്കിൽ കണ്ടുവിറ്റ് ആയിട്ട് നമ്മുടെ പ്രഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യുന്നു. അത് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താ, നമുക്കറിയാം ഒരു പ്രഡേറ്റേഴ്സും ഇല്ലെങ്കിൽ ഈ പ്രേ ചെയ്ത് തിന്നുകൊണ്ടിരുന്ന ആനിമൽസ് എന്ത് ചെയ്യും, എല്ലാ പ്രഡേറ്റേഴ്സിന്റെയും ആബ്സെൻസിൽ അവര് എക്സ്ട്രീംലി മാസീവ് പോപ്പുലേഷനിലേക്ക് ഉയരും. ആൻഡ് അവര് എന്ത് ചെയ്യും, അവരുടെ പോപ്പുലേഷൻ അണ്ടർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അണ്ടർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, പോപ്പുലേഷൻ നല്ലോണം കൂടുന്ന അവസ്ഥ, അത് എന്തിലേക്ക് ലീഡ് ചെയ്യും, കോമ്പറ്റീഷനിലേക്ക് ലീഡ് ചെയ്യും. നമുക്കറിയാം റിയലിസ്റ്റിക്കലി നോക്കുകയാണെങ്കിൽ എന്തേ ഉള്ളൂ, നമ്മുടെ റിസോഴ്സസ് എപ്പോഴും ലിമിറ്റഡ് ആണ്, അൺലിമിറ്റഡ് അല്ല. അങ്ങനെയുള്ള കേസിൽ ഒരു പോപ്പുലേഷനും അൺലിമിറ്റഡ് ആയിട്ട് വളരാനോ ഫ്ലറിഷ് ചെയ്യാനോ അനുവദിക്കപ്പെടാൻ പാടില്ല. അപ്പോ ആ ബാലൻസ് നഷ്ടപ്പെട്ടു പോകും. അപ്പോ ഈ ഇമ്പോർട്ടന്റ് പോയിന്റ് ആരാൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രഡേറ്റേഴ്സ് ചെയ്യുന്നുണ്ട്. എന്ത്, ദേ കീപ് പ്രേ പോപ്പുലേഷൻസ് അണ്ടർ കൺട്രോൾ. അതായത് പ്രേ പോപ്പുലേഷൻസിനെ കൺട്രോളിൽ വെച്ചില്ലെങ്കിൽ കോമ്പറ്റീഷൻ ആവും. ഇനി അഗൈൻ നമ്മൾ നേരത്തെ നടന്നല്ലോ, കോമ്പറ്റീഷൻ ലീഡ്സ് ടു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അപ്പോഴും എന്തെന്നെയാ ഈ പ്രഡേഷൻ ആക്ച്വലി നടക്കുന്ന പോലെ തന്നെയല്ലേ നടക്കുന്നത്. അതിനും നല്ലൊരു മെത്തേഡ് ആണ് എന്ത്, ഇങ്ങനെ ഒരു കോമ്പറ്റീഷനിലേക്ക് ലീഡ് ചെയ്യാണ്ട് നമ്മുടെ പ്രഡേറ്ററിനെയും പ്രേനെയും ഒരു ബേസിക് റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്നുള്ളത്. ഇനി
ഈ predators എങ്ങനെയാ? നമുക്കറിയാം prey species ആക്ച്വലി കുറഞ്ഞു വരികയാണ് predators കാരണം. അതായത് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ predators-ന് എങ്ങനെയാണ് ഈ prey species predators-ന്റെ ആബ്സെൻസിൽ ഈ prey species achieve very high population densities. ഇങ്ങനെ very high population densities ആയ നമുക്കറിയാം എങ്ങനെയാണ് എക്കോസിസ്റ്റം അൺസ്റ്റേബിൾ ആവും, അതായത് ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് ലീഡ് ചെയ്യും. ഇനി നാച്ചുറൽ predators ഇല്ലാത്ത ഒരു സ്ഥലത്ത് എന്ത് സംഭവിക്കും? ബാക്കിയുള്ള ഈ prey species അല്ലെങ്കിൽ prey population അധികമായിട്ടും ഫ്ലറിഷ് ചെയ്ത് അതിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി അത്രയും കൂടും. ഇനി ചില എക്സോട്ടിക് സ്പീഷീസ് ഒരു ജോഗ്രഫിക്കൽ ഏരിയയിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എങ്ങനെ? ഈ എക്സോട്ടിക് സ്പീഷീസ് ആക്ച്വലി ആ പെർട്ടിക്കുലർ ഹാബിറ്റാറ്റിൽ മുമ്പ് ഉണ്ടാവാണ്ടിരുന്ന ഒരു പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു സാധനത്തിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോ അവർ സഡൻലി എന്ത് ചെയ്യും? അവര് ഇൻവേസീവ് ആവും ആൻഡ് സ്റ്റാർട്ട് സ്പ്രെഡിങ് ഫാസ്റ്റ്. കാരണം എന്താ? ഈ ഇൻവേഡ് ചെയ്ത പുതിയ ലാൻഡില് എങ്ങനെ അതിന്റെ നാച്ചുറൽ predators ഇല്ല. കാരണം അത് അതിന്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിലല്ല ജീവിക്കുന്നത്, ഒരു പുതിയ ലാൻഡിലേക്ക് വരികയാണ്. ഇപ്പോ നമ്മളൊരു വീട് എടുക്കാൻ നോക്കുമ്പോഴും നമുക്ക് എന്താ, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടെ ശത്രുക്കളൊന്നും ഇല്ലാത്ത ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലമല്ലേ നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുള്ളൂ. അതേപോലെ തന്നെ ഈ ആനിമൽസിനും ഈ predation എന്ന് പറഞ്ഞ പ്രോസസ് ഉള്ളതുകൊണ്ട് അവരെന്തേ നോക്കുള്ളൂ? അവരുടെ എനിമീസ് അല്ലെങ്കിൽ predators ഇല്ലാത്തൊരു ഒരു വേറെ ഒരു ലാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫസ്റ്റ് പോയിന്റ് ഓഫ് ടൈമിൽ എങ്ങനെയായിരിക്കും? ഈ ഇൻവേഡഡ് ലാൻഡിൽ നാച്ചുറൽ predators ഇല്ലായിരിക്കും. അപ്പോ ഈ എക്സോട്ടിക് സ്പീഷീസ് എങ്ങനെയാ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും ഭയങ്കര ഫാസ്റ്റ് ആയിട്ടും. ഇനി ഇതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ എക്സാമ്പിൾ എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ് MCQ പോയിന്റ് ഓഫ് വ്യൂവില്. എങ്ങനെ? ഇതിൽ ഓരോ വേർഡും ഫസ്റ്റ് പോയിന്റ് പ്രിക്ലി പെയർ കാക്ടസ് എങ്ങോട്ടേക്ക് ഇൻട്രൊഡ്യൂസ്, അതായത് ഒരു എക്സോട്ടിക് സ്പീഷീസ് ആണ്, അത് എങ്ങോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ഇൻടു ഓസ്ട്രേലിയ. ഏത് ഇയറിൽ? ഇൻ ദ ഏർലി 1920s. ആൻഡ് അവര് പുതിയൊരു ഹാബിറ്റാറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടപ്പോ എന്ത് പറ്റി? ഇറ്റ് കോസ്റ്റ് ഹാവോക്ക്. എങ്ങനെ? കാരണം അറിയാം അവിടെ അതിന്റെ നാച്ചുറൽ predators ഇല്ലാത്തതുകൊണ്ട് they spread it rapidly into millions of hectares of rangeland. അവര് റാപ്പിഡ്ലി സ്പ്രെഡ് ആയി അങ്ങനെ ഫൈനലി എക്കോസിസ്റ്റം ഇൻസ്റ്റെബിലിറ്റി കോസ് ചെയ്തു. അപ്പൊ ഇതെങ്ങനെ നമ്മൾ ബാലൻസിലേക്ക് കൊണ്ടുവന്നു? ഫൈനലി നമ്മുടെ ഇൻവേസീവ് കാക്ടസിനെ അണ്ടർ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ നമ്മളൊരു കാക്ടസ് ഫീഡിങ് predator, അതായത് കാക്ടസ് ഫീഡിങ് predator ഒരു എന്തായിരുന്നു? മോത്തായിരുന്നു. അതിനെയും കൂടെ നമ്മൾ അവിടെ അതിന്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിനടുത്ത് ഇങ്ങോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എങ്ങോട്ടേക്ക്? ഓസ്ട്രേലിയയിൽ ഇവര് പ്രിക്ലി പെയർ കാക്ടസ് കൊണ്ടുവന്ന സ്ഥലത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിന്റെ പോപ്പുലേഷൻ നമ്മൾ അണ്ടർ കൺട്രോളിൽ കൊണ്ടുവരേണ്ടി വന്നു. അല്ലെങ്കിൽ എന്താവും? എക്കോസിസ്റ്റം അൺസ്റ്റേബിൾ ആയിട്ട് തന്നെ തുടരും. ഇനി നമ്മൾ ഏറ്റവും കോമൺലി കാണുന്ന ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്സ് ഏതാ? അഗ്രികൾച്ചറിന്റെ സമയത്ത് പെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്സ് എന്താണ് ബേസിക്കലി ചെയ്യുന്നത്? അത് predator ആയിട്ട് ആക്ട് ചെയ്ത് അതിന്റെ പെസ്റ്റിനെ നശിപ്പിച്ച് കളയുന്നു. അങ്ങനെ എന്ത് റെഗുലേറ്റ് ചെയ്യുന്നു? പ്രേ പോപ്പുലേഷനെ റെഗുലേറ്റ് ചെയ്യുന്നു. അതും എന്തിന്റെ റോൾ സൂചിപ്പിക്കുന്നതാണ്? predators-ന്റെ റോൾ സൂചിപ്പിക്കുന്നതാണ്. ഇനി predators വേറെ എന്തൊക്കെ ചെയ്യും? They help in maintaining species diversity. In a community. എങ്ങനെ? By reducing the intensity of competition among competing prey species. നമുക്കറിയാം എന്ത് predators ഒന്നും ഇല്ലെങ്കിൽ അൾട്ടിമേറ്റ് രീതിയിലേക്ക് ഫ്ലറിഷ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു പോപ്പുലേഷൻ ഫൈനലി അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പീറ്റ് ചെയ്ത് റിസോഴ്സസിന് വേണ്ടി കമ്പീറ്റ് ചെയ്ത് ഫൈനലി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ തന്നെ തുടങ്ങും. അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ ഇതെന്ത് ചെയ്യും? predators മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻ എ കൺട്രോൾഡ് വേ. ഇനി അടുത്ത എക്സാമ്പിൾ, ഈ എക്സാമ്പിൾസ് ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്. ഇൻ ദ റോക്കി ഇന്റർടൈഡൽ കമ്മ്യൂണിറ്റീസ് ഓഫ് ദി അമേരിക്കൻ പസഫിക് കോസ്റ്റ്. ഇവിടത്തേക്ക് എന്താണ്? ദ സ്റ്റാർഫിഷ് പിസാസ്റ്റർ ഇസ് എൻ ഇമ്പോർട്ടന്റ് predator. ഈ സെന്റൻസ് തന്ന് ഈ കൺട്രി ഒന്നിക്കലും മാറ്റാം. നമ്മുടെ നേരത്തെ കണ്ട ഓസ്ട്രേലിയൻ ഇവിടെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ സ്റ്റാർഫിഷ് പിസാസ്റ്ററിന് പകരം വേറെ നേരത്തെ കണ്ട ഏതാ? കാക്ടസോ പ്രിക്ലി പെയർ കാക്ടസോ എന്തെങ്കിലും പേര് മാറ്റി കൊടുത്താൽ അത് തെറ്റാന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള രീതിയിൽ പഠിച്ചു വെക്കണം. ഈ റോക്കി ഇന്റർടൈഡൽ കമ്മ്യൂണിറ്റീസിൽ സ്റ്റാർഫിഷ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് predator ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്യും? ഈ predator അവിടുത്തെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഈ എല്ലാ സ്റ്റാർഫിഷും ഇവിടുന്ന് റിമൂവ് ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? more than 10 species of invertebrates became extinct within a year. എന്ത് കാരണത്താൽ?
ബിക്കോസ് ഓഫ് ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ. ഇതാണ് മുന്നേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത്, ഒരു പ്രഡേറ്റർ ഇല്ലാണ്ട് ഒരു ഹെൽത്തി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ലെങ്കിൽ ഫൈനലി കമ്പീറ്റ് ചെയ്ത് അവസാനം സ്പീഷീസിന്റെ എക്സ്റ്റെൻഷൻ വരെ ലീഡ് ചെയ്ത ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ പറഞ്ഞത്. അതില് ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നത് MCQന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടന്റ് ആണ്. ഏത്, മോർ ദാൻ 10 സ്പീഷീസ് ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ്. ആരാണ് എക്സ്റ്റിങ്ക്ട് ആയത്? ഇൻവെർട്ടിബ്രേറ്റ്സ്. എത്ര സ്പീഷീസ്? മോർ ദാൻ 10 സ്പീഷീസ്. വിത്തിൻ എത്ര ടൈം പീരിയഡിൽ? വിത്തിൻ എ ഇയർ. അതിന്റെ കാരണം എന്തായിരുന്നു? ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ. ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ. ഏത് പ്രഡേറ്റർ റിമൂവലിന്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചത്? നമ്മുടെ സ്റ്റാർഫിഷ് ഡിസാസ്റ്റർ. ഇത്രയും കാര്യം അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അടുത്തൊരു കേസ് പോലെ എടുത്തു നോക്കിയാല് നമ്മൾ വിചാരിക്കാണ് പ്രഡേറ്റർ ഉണ്ട്, അത് പ്രേനെ കഴിക്കുന്നു, അങ്ങനെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടത്. പക്ഷെ നമുക്ക് ഒന്ന് എക്സ്ട്രാ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഈ പ്രഡേറ്റർ നല്ല ആവശ്യത്തിൽ കൂടുതൽ എഫിഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇവരുടെ പ്രേനെ തിന്നാൻ വേണ്ടതിൽ കൂടുതൽ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഫൈനലി എന്ത് പറ്റും? പ്രേ പോപ്പുലേഷൻ ഒറ്റയടിക്ക് കുറഞ്ഞ് ഫൈനലി എക്സ്റ്റിങ്ക്റ്റ് ആവും. അങ്ങനെ എക്സ്റ്റിങ്ക്റ്റ് ആയ ആർക്കാണ് ദോഷം? നമ്മുടെ പ്രഡേറ്ററിന് പിന്നെ ഫുഡ് ഇല്ലാണ്ടാവും. അപ്പോ ലാക്ക് ഓഫ് ഫുഡ് കാരണം നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്ന എന്താണ്? ഈ പ്രഡേറ്ററും ദ പ്രഡേറ്റർ വിൽ ഓൾസോ ബിക്കം എക്സ്റ്റിങ്ക്റ്റ്, കാരണം ലാക്ക് ഓഫ് ഫുഡ്. അപ്പോ ഇതുകൊണ്ടാണ് പ്രഡേറ്റേഴ്സ് ഇൻ നേച്ചർ ആർ പ്രൂഡന്റ് എന്ന് പറയുന്നത്. അതായത് കുറച്ച് ബുദ്ധിപരമായിട്ടാണ് അവരവരുടെ കാര്യങ്ങൾ നടത്തുന്നത്. കാരണം എന്താ? പ്രഡേറ്റേഴ്സ് ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള എപ്പോഴും ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പക്ഷെ അത് ചെയ്യുന്നില്ല. കാരണം എന്താ? അവർക്ക് തന്നെ ഫൈനലി അത് ദോഷമായിട്ട് വരുന്നതുകൊണ്ട്. അപ്പൊ ആ സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്. പ്രഡേറ്റേഴ്സ് ഇൻ നേച്ചർ ആർ പ്രൂഡന്റ്. ഈ പ്രഡേറ്റർ പ്രേ റിലേഷൻഷിപ്പിന് കാരണം കൊണ്ട് വേറെ പല ചേഞ്ചസും അല്ലെങ്കിൽ എവല്യൂഷനും ഉണ്ടായിട്ടുണ്ട്. എന്തിന്? നമുക്കറിയാം, ഈ പ്രഡേഷൻ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ആരെങ്കിലും നോക്കുകയാണെങ്കിൽ തന്നെ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ഇതേപോലെ അവരുടെ പ്രേ സ്പീഷീസ് നോക്കും. ഇങ്ങനെ റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്താണ് ഡെവലപ്പ് ആവേണ്ടത്? വേരിയസ് ഡിഫൻസസ് ഡെവലപ്പ് ആവണം. അതായത് അവരുടെ പ്രഡേറ്റർഷിപ്പിനെ കുറക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഡിഫൻസസ്. അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില സ്പീഷീസ് ഓഫ് ഇൻസെക്ട്സ് ആൻഡ് ഫ്രോഗ്സ്, ചില ഇൻസെക്ട്സും ഫ്രോഗ്സും ദേ ആർ ക്രിപ്റ്റിക്കലി കളേർഡ് അല്ലെങ്കിൽ camouflaged to avoid being detected easily by the predator. അതായത് കളർ ചേഞ്ചിങ് അല്ലെങ്കിൽ അതിന്റെ എൻവയൺമെന്റിൽ അത് അത്രയും മേർജ് ആയിട്ട് കാണാൻ പറ്റും. ഒരു ദൂരത്ത് നോക്കിയാൽ നമുക്ക് ആക്ച്വലി ഇത് ഡിസ്റ്റിങ്ക്റ്റ് ആണ്, ആ എൻവയൺമെന്റും ആ ഓർഗാനിസമും ഡിസ്റ്റിങ്ക്റ്റ് ആണ്, നമുക്ക് അങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അത്രയും ഒരു എമൗണ്ടിലേക്ക് അവർ ക്രിപ്റ്റിക്കലി കളേർഡ് അല്ലെങ്കിൽ camouflaged ആയിരിക്കും. ഇത് എന്താണ്? ഒരു ടൈപ്പ് ഓഫ് ഡിഫൻസ് ആണ് ടു ലെസൻ ദ ഇമ്പാക്ട് ഓഫ് പ്രെഡേഷൻ. ഇനി പല ടൈപ്പുള്ള ഇങ്ങനത്തെ ഡിഫൻസസ് നമുക്ക് കാണാൻ പറ്റും. ചിലവര് എന്താണ്? പോയിസണസ് ആണ്. പോയിസണസ് ആകുമ്പോൾ എന്താ പറ്റും? ഈ പ്രഡേറ്റേഴ്സിനെ സ്റ്റിങ്ങോ മറ്റോ ചെയ്ത് അങ്ങനെ പോയിസൺ അവർക്ക് കൊടുത്ത് അങ്ങനെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും. ഇനി അടുത്ത എക്സാമ്പിൾ എന്താന്ന് വെച്ചാല്, ഇത് കുറച്ച് എക്സ്ട്രാ ഇമ്പോർട്ടന്റ് ആണ്. മോണാർക്ക് ബട്ടർഫ്ലൈ. അത് എങ്ങനെയാണ് ഡിഫൻസ് ഡെവലപ്പ് ചെയ്തത്? ഒരു പ്രഡേറ്റർ, ഇതിന്റെ പ്രഡേറ്റർ ആക്ച്വലി ഒരു ബേർഡ് ആണ്. ഈ ബേർഡ് ആയ പ്രഡേറ്റർ ഈ ബട്ടർഫ്ലൈനെ കഴിക്കുമ്പോ എന്ത് പറ്റും? ഇറ്റ് ബിക്കംസ് ഹൈലി ഡിസ്റ്റേസ്റ്റ്ഫുൾ. അതായത് തീരെ ടേസ്റ്റ് ഇല്ലാണ്ട് ഒരു വൃത്തികെട്ട ടേസ്റ്റിലേക്ക് അത് മാറും. അതിന്റെ കാരണം എന്താ? ഒരു സ്പെഷ്യൽ കെമിക്കൽ പ്രസന്റ് ഇൻ ഇറ്റ്സ് ബോഡി. ആ മോണാർക്ക് ബട്ടർഫ്ലൈ ഒരു തരം കെമിക്കൽ ഡെവലപ്പ് ചെയ്തു, അല്ലെങ്കിൽ എവല്യൂഷൻ വഴി അതിനെ ആ കെമിക്കലിനെ ഉണ്ടാക്കാൻ പഠിച്ചു. ആൻഡ് ഈ കെമിക്കൽ എന്ത് ചെയ്തു? ഇറ്റ് മെയ്ഡ് ഇറ്റ്സ് ഓൺ ടേസ്റ്റ് ഹൈലി ഡിസ്റ്റേസ്റ്റ്ഫുൾ. അപ്പൊ ആ പ്രഡേറ്റർ പിന്നെ ഇത്രയും ടേസ്റ്റ് ഇല്ലാത്ത സാധനത്തിന് ഇനി കഴിക്കാൻ പോവോ? ഇല്ല. അപ്പോ അത് ഒരു നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡിഫൻസ് ആണ്. ചിലവര് camouflaged ആയിരിക്കും, ചിലവര് പോയിസണസ് ആയിരിക്കും, ചിലവർ എങ്ങനെയാ? ഹൈലി ഡിസ്റ്റേസ്റ്റ്ഫുൾ ആയിരിക്കും, ലൈക്ക് മോണാർക്ക് ബട്ടർഫ്ലൈ. ഇനി ഈ ബട്ടർഫ്ലൈ ഈ കെമിക്കൽ എപ്പോഴാണ് അക്വയർ ചെയ്തതെന്നും അറിഞ്ഞിരിക്കണം. ഏതാണ്? ഡ്യൂറിങ് ഇറ്റ്സ് കാറ്റർപില്ലർ സ്റ്റേജ് ബൈ ഫീഡിങ് ഓൺ എ പോയിസണസ് വീഡ്. അപ്പോ ഏറ്റവും എവല്യൂഷന് മുമ്പ് ഉണ്ടായിരുന്ന മോണാർക്ക് ബട്ടർഫ്ലൈക്ക് ഈ കഴിവില്ലായിരിക്കണം. പക്ഷെ ഏതോ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അവർക്ക് അവരെ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ അവര് ഒരു പോയിസണസ് ഫീഡിൽ ഫീഡ് ചെയ്തു. ആൻഡ് കാറ്റർപില്ലർ സ്റ്റേജിൽ അവർക്ക് ഈ കെമിക്കൽ ഉണ്ടാക്കാനുള്ള കഴിവ് ഉണ്ടായി.
ആ കെമിക്കൽ ഉണ്ടാക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് അവരെന്തായി, അവര് സ്വയം പ്രഡേഷന് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കി. പ്ലാന്റ്സിന്റെ കേസിൽ നമുക്കറിയാം, പ്ലാന്റ്സിനെ നേരത്തെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു, എങ്ങനെ ഒരു സ്പാരോ ഈറ്റിംഗ് സീഡ് പോലും നമ്മൾ പ്രഡേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഇറ്റ് ഇൻവോൾവ്സ് ഫ്ലോ ഓഫ് എനർജി ടു ദി ഹയർ ട്രോഫിക് ലെവൽസ് വിച്ച് were ഫിക്സ്ഡ് ബൈ പ്ലാന്റ്സ്. അതേമാതിരി ഈ പ്ലാന്റ്സിന് എങ്ങനെയാണ്, ഹെർബിവോർസ് ആണ് അവരുടെ പ്രെഡേറ്റേഴ്സ്. ആൻഡ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ട് പറയുകയാണെങ്കിൽ നിയർലി 25% ഓഫ് ഓൾ ഇൻസെക്ട്സ് എന്താണ്, ഫൈറ്റോഫാഗസ് ആണ്. ഫൈറ്റോഫാഗസ് എന്ന് വെച്ചാൽ ആ ടേം അറിഞ്ഞിരിക്കുക, ഡെഫിനിഷൻ അറിഞ്ഞിരിക്കുക, ആൻഡ് ഈ എമൗണ്ടും അറിഞ്ഞിരിക്കുക. 25% ഓഫ് ഓൾ ഇൻസെക്ട്സ് ഫൈറ്റോഫാഗസ് ആണ്. ഫൈറ്റോഫാഗസിന്റെ ലിറ്ററൽ മീനിങ് അവര് എന്തിൽ ഫീഡ് ചെയ്യുന്നു, പ്ലാന്റ് സാപ്പിലോ അതർ പാർട്സ് ഓഫ് പ്ലാന്റ്സിലോ ഫീഡ് ചെയ്യുന്ന ഇൻസെക്ട്സിനെ വിളിക്കുന്ന പേരാണ് ഫൈറ്റോഫാഗസ്. ഫാഗസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫാഗി എന്ന് പറയുന്നത് കഴിക്കുക. ഫൈറ്റോ എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലാന്റ്സിന്റെ ഏതെങ്കിലും പാർട്ടോ അല്ലെങ്കിൽ പ്ലാന്റിന്റെ സാപ്പിനെയോ. പ്ലാന്റ്സിനുള്ള വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്താണ്, നമുക്കറിയാം ആനിമൽസിന് സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ വേണമെങ്കിൽ ഓടി ഒളിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം, കാരണം മൊബിലിറ്റി ഉള്ളതുകൊണ്ട്. പക്ഷെ ഈ പ്ലാന്റ്സിന് എങ്ങനെയാണ്, ദേ കെ നോട്ട് റൺ അവേ ഫ്രം ദി പ്രെഡേറ്റേഴ്സ്. അപ്പോ അവര് വേറെ ടൈപ്പ് ഓഫ് എവല്യൂഷൻ ഉണ്ടാക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു. അപ്പോ അതിൽ ചില എക്സാമ്പിൾസ് ആണ് അടുത്തത് പറയാൻ പോകുന്നത്. അവരെന്ത് ചെയ്തു, ചില മോർഫോളജിക്കൽ ആൻഡ് കെമിക്കൽ ഡിഫൻസസ് അവര് മോർഫോളജിക്കലും കെമിക്കൽ ഡിഫൻസും അവർ ഇവോൾവ് ചെയ്ത് എടുത്തു. അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് അക്കേഷ്യ ആൻഡ് കാക്ടസ്. ഈ അക്കേഷ്യയും കാക്ടസും എന്ത് കാണിക്കുന്നു, ഒരു ടൈപ്പ് ഓഫ് മോർഫോളജിക്കൽ ഡിഫൻസ് കാണിക്കുന്നു. കാരണം എന്താ, അവർക്ക് തോൺസിന്റെ പ്രസൻസ് ഉണ്ട്. തോൺസ് ഉള്ളതുകൊണ്ട് കുറെ ഓർഗാനിസംസ് ഇതിന്റെ അടുത്തേക്ക് വരില്ല, അല്ലെങ്കിൽ ഇതിനെ കഴിക്കാൻ നോക്കില്ല. ഹെർബിവോർസ് ഇതിൽ നിന്ന് അവേ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. ഇനി ചില പ്ലാന്റ്സ് ചില കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്ത് അത് ആ പ്ലാന്റിൽ സ്റ്റോർ ചെയ്യുന്നു. ആ പ്ലാന്റ് സ്റ്റോർ ചെയ്ത കെമിക്കൽ കണ്ടെയ്നിങ് പാർട്ട് ഈ ഹെർബിവോർ കഴിക്കുകയാണെങ്കിൽ ദേ ഫോൾ സിക്ക്. അങ്ങനെ അവര് സിക്കാവും. നെക്സ്റ്റ് അവരുടെ ഫീഡിങ് അല്ലെങ്കിൽ ഡൈജഷൻ ഇമ്പയർഡ് ആവും. അങ്ങനെ ഫീഡിങ് അല്ലെങ്കിൽ ഡൈജഷൻ ഇമ്പയർഡ് ആകുമ്പോൾ ഫൈനലി എന്ത് പറ്റും, അതിന് എനർജിയെ ഇല്ലാണ്ടാവും. എനർജി ഇല്ലാണ്ടാവുമ്പോൾ അവര് ബാക്കിയുള്ള ലൈഫ് പ്രോസസ് ഒന്നും ചെയ്യാൻ തുടങ്ങില്ല, അല്ലെങ്കിൽ ചെയ്യില്ല. അപ്പോ അതിന്റെ റീപ്രൊഡക്ഷൻ അഫക്റ്റഡ് ആവും ആൻഡ് ഫൈനലി അവര് ചാവാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് പറ്റി, ഈ പ്ലാന്റ്സ് സ്വയം അതിനെ തന്നെ പ്രൊട്ടക്ട് ചെയ്തു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഈ കെമിക്കൽസ്. ഇതാണ് കെമിക്കൽ ഡിഫൻസിന്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് എക്സാമ്പിൾ പറയുന്നത് ഈ കെമിക്കൽ പ്രൊഡ്യൂസിങ് പ്ലാന്റ് ആയ ഒരു വീഡ് നെയ്മഡ് കാലോട്രോപ്പിസ്. കാലോട്രോപ്പിസ് ഗ്രോസ് ഇൻ അബാൻഡൻഡ് ഫീൽഡ്സ്. അബാൻഡൻഡ് ആയിട്ടുള്ള ഫീൽഡ്സിൽ ഒന്നുമില്ലെങ്കിൽ ഈ കാലോട്രോപ്പിസ് പതുക്കെ മുളച്ചു വരാൻ തുടങ്ങും. ആൻഡ് ഈ കാലോട്രോപ്പിസ് പ്ലാന്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഹൈലി പോയിസണസ് ആയിട്ടുള്ള കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ പോയിസണസ് കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് ആരെങ്കിലും കഴിക്കുകയാണെങ്കിൽ അവർക്ക് ഇതേപോലെ പല എഫക്ട്സ് ഉണ്ടാവും. അതിന്റെ ഫീഡിങ്, ഡൈജഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ എല്ലാം ഇമ്പയർ ആവും, ഫൈനലി ചാവും. അതുകൊണ്ട് എങ്ങനെയാ, ഇത് സ്വയം പ്രൊട്ടക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ കെമിക്കൽ ഉള്ളത് കൊണ്ട് ഈ കെമിക്കലിന്റെ പേരെന്താന്ന് അറിഞ്ഞിരിക്കണം, കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ്. വിച്ച് ഇസ് വൈ ആ കെമിക്കലിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് യു വിൽ സീ നോ കാറ്റൽ ഓർ ഗോട്ട്സ് ബ്രൗസിംഗ് ഓൺ ദിസ് പ്ലാന്റ്. ആരും കഴിക്കാൻ ഇതിന്റെ അടുത്തേക്ക് വരില്ല. ഇനി പ്ലാന്റ്സിന് വേറെ പല കെമിക്കൽ സബ്സ്റ്റൻസസ് ഉണ്ട് വിച്ച് ആർ ആക്ച്വലി പ്രൊഡ്യൂസ്ഡ് ബൈ ദം. പക്ഷെ അത് എങ്ങനെ ഡിഫൻസസ് ആയിട്ട് ഗ്രേസേഴ്സ് എന്നും ബ്രൗസേഴ്സ് എന്നും, ബ്രൗസേഴ്സ് അല്ലെങ്കിൽ ഗ്രേസേഴ്സ് എന്ന് വെച്ചാൽ എന്താ, അതിനെ ഫീഡ് ചെയ്യുന്ന സാധനങ്ങൾ, അതിനും പ്രൊട്ടക്ഷന് വേണ്ടി കുറെ ഉണ്ടാക്കുന്ന കെമിക്കൽസ് നമ്മൾ കമേഴ്ഷ്യൽ സ്കെയിലിൽ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. ലൈക്ക് നിക്കോട്ടീൻ, കാഫീൻ, ക്വിനിൻ, സ്ട്രിക്നിൻ അല്ലെങ്കിൽ ഓപ്പിയം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ യൂട്ടിലൈസബിൾ ആണ്. ഇതൊക്കെ എന്ത് ഇതേമാതിരി പ്ലാന്റ്സ് എക്സാമ്പിൾസ്, ഈ എക്സാമ്പിൾസും അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. നിക്കോട്ടീൻ, കാഫീൻ, ക്വിനിൻ, സ്ട്രിക്നിൻ ആൻഡ് ഓപ്പിയം. കുറെ എക്സാമ്പിൾസ് ഉണ്ട് ഇതേപോലെ, പക്ഷെ മിനിമം എൻസിആറിൽ കൊടുത്തെങ്കിലും പഠിച്ചു നോക്കാം. ഇനി അപ്പോ പ്രഡേഷനിൽ നമ്മൾ പഠിച്ച എന്താണ്, നമ്മൾ ആദ്യം അതിന്റെ നീഡ് എന്താണ് എന്ന് കണ്ടു. നീഡ് എന്താണ്, ആക്ട് ആസ് കണ്ടുവേറ്റ്സ് ഫോർ എനർജി ട്രാൻസ്ഫർ. അങ്ങനെ ഒരു എനർജി ട്രാൻസ്ഫർ ഏതൊരു ഹെൽത്തി എക്കോസിസ്റ്റത്തിനെയും കൂടുതൽ ഹെൽത്തി ആക്കും. അപ്പോ എനർജി ട്രാൻസ്ഫറിന് ചാനലായിട്ട് ആക്ട് ചെയ്തു. നെക്സ്റ്റ് തിങ്
പ്രേ പോപ്പുലേഷനെ കൺട്രോളിൽ വെക്കാൻ സഹായിച്ചു. അതുകൊണ്ട് തന്നെ എന്ത് പ്രിവെന്റ് ചെയ്തു? വെരി ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ടാവുന്നില്ല ആൻഡ് എക്കോസിസ്റ്റം ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ആണ് കണ്ടത്. ഇങ്ങനെ നാച്ചുറൽ പ്രെഡേറ്റേഴ്സ് ഇല്ലാത്തൊരു സ്ഥലത്ത് എന്താ സംഭവിക്കുക, അതിന്റെ പ്രിക്ലി പെയർ കാക്ടസിന്റെ ഓസ്ട്രേലിയയിൽ നടന്ന എക്സാമ്പിൾ കണ്ടു. അത് കഴിഞ്ഞ് എന്ത് കണ്ടു? പിസാസ്റ്റന്റെ എക്സാമ്പിൾ കണ്ടു. പിസാസ്റ്റന്റെ എക്സാമ്പിൾ നമ്മൾ എന്ത് കണ്ടു? ഒരു പ്രെഡേറ്റർ ഒരു സ്ഥലത്ത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അത് മനസ്സിലാക്കിയത് എങ്ങനെയാ? ഒരു ഇമ്പോർട്ടന്റ് പ്രെഡേറ്ററിനെ നമ്മൾ അതിന്റെ ഫീൽഡിൽ നിന്ന് റിമൂവ് ചെയ്തു. അപ്പൊ എന്ത് പറ്റി? അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന മോർ ദൻ 10 സ്പീഷീസ് ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ് എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി വിത്തിൻ എ ഇയർ. അത് നമ്മൾ എന്ത് കണ്ടു? പ്രെഡേറ്റേഴ്സ് പ്രൂഡന്റ് ആണ്, അതിന്റെ കാരണം കണ്ടു. ഇനി ഈ ഹെർബിവോറസിനും അതായത് ഹെർബിവോറസ് പ്ലാന്റ്സിനെ കഴിക്കും, പക്ഷെ പ്ലാന്റ്സിന് മൊബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ലെവൽ ഓഫ് എവല്യൂഷൻ കാണാൻ പറ്റില്ല. പക്ഷെ പിന്നെ ഏത് ടൈപ്പ് ഓഫ് എവല്യൂഷൻ ആണ് പ്ലാന്റ്സ് നമ്മൾ കണ്ടത്? മോർഫോളജിക്കൽ ആൻഡ് കെമിക്കൽ എവല്യൂഷൻ ആണ്, കെമിക്കൽ ഡിഫൻസസ് ആണ് നമ്മൾ കണ്ടത്. അതിന്റെ എക്സാമ്പിൾസും കണ്ടു. ഇനി കാണാൻ പോകുന്ന കോമ്പറ്റീഷന്റെ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ ഇസ് എ പൊട്ടന്റ് ഫോഴ്സ് ഇൻ ഓർഗാനിക് എവല്യൂഷൻ. അതായത് ഓരോ ഓർഗാനിസംസ് എവല്യൂഷൻ നടന്ന് ഇവോൾവ് ചെയ്ത് വരുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ. ഇനി നമുക്കറിയാം, രണ്ടാൾ തമ്മിൽ കോമ്പറ്റീഷൻ എപ്പോഴാണ് നടക്കുന്നത്? അവരുടെ രണ്ടുപേരുടെയും ഗോള് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കണം. അതായത് ഒരേ സാധനത്തിന് വേണ്ടിയാണ് ആൾക്കാർ കമ്പീറ്റ് ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ, ഒരേ ഫുഡിന് വേണ്ടി രണ്ടാൾ കമ്പീറ്റ് ചെയ്യുന്നു. കാരണം എന്താ? അവർക്ക് രണ്ടാൾക്കും ഒരേ ഫുഡ് തന്നെ വേണം, പക്ഷെ അത് നീഡ്സിനനുസരിച്ച് ആ ഫുഡ് അതിന്റെ അത്രയും എമൗണ്ടിൽ അവൈലബിൾ അല്ല. അതേപോലെ it is generally believed that competition occurs when closely related species compete for the same resources. ആ സെയിം റിസോഴ്സസിന്റെ പ്രത്യേകത എന്താ? that are limiting. ഇങ്ങനെയാണ് നമ്മൾ കാലാകാലങ്ങളായിട്ട് കോമ്പറ്റീഷനെ പറ്റി ധരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് ആക്ച്വലി ശരിയല്ല. കാരണം എൻറ്റയർലി ശരിയല്ല. കാരണം എന്താ? നമുക്കറിയാം, പല എക്സാമ്പിൾസിൽ എടുത്ത് നോക്കിയാലും ടോട്ടലി അൺറിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് പോലും സെയിം റിസോഴ്സിന് വേണ്ടി കമ്പീറ്റ് ചെയ്യാം. അപ്പോൾ റിലേറ്റഡ് സ്പീഷീസ് അല്ലെങ്കിൽ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് കമ്പീറ്റ് ഫോർ ദ സെയിം റിസോഴ്സസ് ആണ് കോമ്പറ്റീഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതിനൊരു എക്സാമ്പിളും തന്നിട്ടുണ്ട്. ഈ എക്സാമ്പിൾസ് ഒക്കെ അത്രയും എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ഇൻ സം ഷാലോ സൗത്ത് അമേരിക്കൻ ലേക്സ്, ആ സ്ഥലം അറിഞ്ഞിരിക്കണം. ആൻഡ് ഓർഗാനിസം ആരെയാണ് ഉദ്ദേശിക്കുന്നത്? visiting flamingos and resident fishes compete for their common food zooplankton in the lake. Secondly, അടുത്ത പോയിന്റ് പറയുന്നതിന് മുമ്പ് ഞാൻ ഇതൊന്നും കൂടി സമ്മറൈസ് ചെയ്യാനാണെങ്കിൽ, ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് മാത്രമേ കമ്പീറ്റ് ചെയ്ത് സെയിം റിസോഴ്സിന് വേണ്ടി കമ്പീറ്റ് ചെയ്ത് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ ഫിനോമിനെ നടത്തൂ എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം എന്താ? ഈ എക്സാമ്പിൾ ഫ്ലമിംഗോസിന്റെ റെസിഡന്റ് ഫിഷസിന്റെ എക്സാമ്പിൾ നോക്കിയപ്പോൾ നമ്മൾ മനസ്സിലായി അവർ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഒരു തരത്തിലുള്ള റിലേഷൻ ഇല്ല, ടോട്ടലി അൺറിലേറ്റഡ് ആണ്. സ്റ്റിൽ അവർ കമ്പീറ്റ് ചെയ്യുന്നു ഫോർ ദ സെയിം റിസോഴ്സ്. ഇനി രണ്ടാമത് പറഞ്ഞത് റിസോഴ്സസ് നീഡ് നോട്ട് ബി ഫിറ്റ് ഫോർ കോമ്പറ്റീഷൻ. എല്ലാ കേസിലും കോമ്പറ്റീഷൻ നടക്കുന്നത് റിസോഴ്സസ് ലിമിറ്റഡ് ആയ മാത്രമേ പറ്റൂ ഉള്ളത് തെറ്റായിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. കാരണം എന്താ? അതിന്റെ എക്സാമ്പിൾ പറയുന്നു ഇന്റർഫറൻസ് കോമ്പറ്റീഷൻ. ആ ടേം ഓർത്ത് വെക്കണം. ഇന്റർഫറൻസ് കോമ്പറ്റീഷനിൽ എന്താണ് നടക്കുന്നത്? ഒരു സ്പീഷീസിന്റെ ഫീഡിങ് എഫിഷ്യൻസി കുറയും. എന്ത് കാരണത്താൽ? കാരണം അതിനെ ഇന്റർഫിയർ അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രസൻസ്, അത് ഏത് സ്പീഷീസ് ആയിക്കോട്ടെ, റിലേറ്റഡോ അൺറിലേറ്റഡോ ഏതോ ആയിക്കോട്ടെ, അങ്ങനെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ഫീഡിങ് എഫിഷ്യൻസി കുറയും. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇന്റർഫറൻസ് കോമ്പറ്റീഷൻ. അപ്പൊ നമുക്ക് മനസ്സിലായി, റിസോഴ്സസ് ലിമിറ്റഡ് ആയതുകൊണ്ട് മാത്രമല്ല കോമ്പറ്റീഷൻ നടക്കുന്നത്. ഈവൻ ഇഫ് റിസോഴ്സസ്, അതായത് ഫുഡ് ആൻഡ് സ്പേസ് ആർ അബണ്ടന്റ്, ഈ ഇന്റർഫിയറിംഗ് അല്ലെങ്കിൽ ഇൻഹിബിറ്ററി പ്രസൻസ് ഓഫ് അതർ സ്പീഷീസ് കാരണം എങ്ങനെ നമ്മുടെ ഫീഡിങ് എഫിഷ്യൻസി ഓഫ് വൺ സ്പീഷീസ് സിഗ്നിഫിക്കന്റ്ലി കുറയുന്നുണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ നമ്മൾ കോമ്പറ്റീഷനെ ഏറ്റവും പ്രോപ്പർലി എല്ലാം ഇൻക്ലൂസീവ് ആയിട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഇറ്റ് ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ദ ഫിറ്റ്നസ് ഓഫ് വൺ സ്പീഷീസ്, ഒരു സ്പീഷീസിന്റെ ഫിറ്റ്നസ് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. ഇൻ ടേംസ് ഓഫ് ആറിനെ എന്ത് വിളിച്ചു? ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. അതായത് ഒരു സ്പീഷീസിന്റെ ഫിറ്റ്നസ് ഇസ് സിഗ്നിഫിക്കന്റ്ലി ലോവർ
in the presence of another species. മറ്റൊരു സ്പീഷീസിന്റെ പ്രസൻസിൽ ഒരു സ്പീഷീസിന്റെ ഫിറ്റ്നസ്, അതായത് അതിന്റെ റീപ്രൊഡ്യൂസിങ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അതിന്റെ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് ഇൻക്രീസ് കുറയുകയാണെങ്കിൽ നമ്മൾ അതിന് അവിടെ കോമ്പറ്റീഷൻ നടക്കുമെന്ന് മനസ്സിലാക്കണം. ഇനി അതിന്റെ താഴെ വരുന്ന ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാണ്. ചില ലബോറട്ടറി എക്സ്പെരിമെന്റ്സ് ആര് ചെയ്തു? ഗോസ് ആൻഡ് അതർ എക്സ്പെരിമെന്റൽ എക്കോളജിസ്റ്റ് കുറച്ച് ലബോറട്ടറി എക്സ്പെരിമെന്റ്സ് ചെയ്തു. ഇതിൽ അവർ കണ്ടുപിടിച്ച എന്താ? വെൻ റിസോഴ്സസ് ആർ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഉള്ള സമയത്ത് ദ കോമ്പറ്റീറ്റീവ്ലി സുപ്പീരിയർ സ്പീഷീസ് വിൽ ഇവൻച്വലി എലിമിനേറ്റ് ദി അതർ സ്പീഷീസ്. റിസോഴ്സസ് ലിമിറ്റ് ആയ സമയങ്ങളിൽ കോമ്പറ്റീറ്റീവ്ലി സുപ്പീരിയർ ആയിട്ടുള്ള സ്പീഷീസ് ഇവൻച്വലി എന്ത് ചെയ്തു? അതർ സ്പീഷീസിനെ എലിമിനേറ്റ് ചെയ്യുന്നു. But evidence for such competitive exclusion occurring in nature is not always conclusive. അതെപ്പോഴും നേച്ചറിൽ നടക്കണമെന്നില്ല. അവർ ലബോറട്ടറി എക്സ്പെരിമെന്റ്സിൽ ചില കണ്ടുപിടുത്തങ്ങൾ കൂടെ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ആൻഡ് ഇതിനും സ്ട്രോങ്ങും പെർസ്വേസീവുമായിട്ടുള്ള എവിഡൻസ് ഒന്നും വലിയ കാര്യത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ. ഈ സെന്റൻസ് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇവർ എന്ത് കൺക്ലൂഷനിലേക്കാണ് വന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റണം, NCERT അനുസരിച്ച് ഗോസ് ആൻഡ് അതർ എക്സ്പെരിമെന്റൽ എക്കോളജി കുറെ എക്സ്പെരിമെന്റ് ചെയ്തു. ആൻഡ് അവർ കണ്ടുപിടിച്ച എന്താ? വെൻ റിസോഴ്സസ് ആർ ലിമിറ്റഡ് ദ കോമ്പറ്റീറ്റീവ്ലി സുപ്പീരിയർ സ്പീഷീസ് വിൽ ഇവൻച്വലി എലിമിനേറ്റ് ദി അതർ സ്പീഷീസ്. വലിയ എവിഡൻസ് ഒന്നും ഇല്ലെങ്കിലും ഇതവര് ഏകദേശം ഒരു ഹൈപ്പോത്തിസിസ് പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ, അബിങ്ടൺ ടോർട്ടോയിസ് ഇൻ ഗാലപാഗോസ് ഐലൻഡ്സ്. ഇവര് കംപ്ലീറ്റ്ലി അൺറിലേറ്റഡ് ആണ്. ഗാലപാഗോസ് ഐലൻഡ്സിലെ അബിങ്ടൺ ടോർട്ടോസും ആൻഡ് ഗോഡ്സും എങ്ങനെ കംപ്ലീറ്റ്ലി എൻറ്റയർലി അൺറിലേറ്റഡ് ആണ്. പക്ഷെ ഈ അബിങ്ടൺ ടോർട്ടോസ് ഇങ്ങോട്ടേക്ക് വന്നപ്പോ ആര് എക്സ്റ്റിങ്ക്റ്റ് ആയി? ഗോട്ടിനെ നമ്മൾ ഈ ഐലൻഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ഐലൻഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ നമ്മുടെ അബിങ്ടൺ ടോർട്ടോസ് എക്സ്റ്റിങ്ക്റ്റ് ആയി ഫൈനലി ഡ്യൂ ടു ഗ്രേറ്റർ ബ്രൗസിംഗ് എഫിഷ്യൻസി ഓഫ് ദി ഗോഡ്സ്. ഈ പോയിന്റ് നമ്മൾ ഏത് പോയിന്റ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതാണ്? അതായത് ഈ ഇന്റർഫറൻസ് കോമ്പറ്റീഷൻ നടക്കുന്നത് എങ്ങനെയാ? ഫീഡിങ് എഫിഷ്യൻസി ഒരു സ്പീഷീസിന്റെ അഫക്റ്റഡ് ആവാണ്, ടോട്ടലി റിലേറ്റഡ് എന്തോ ആയിട്ടില്ല വേറൊരു സ്പീഷീസിന്റെ പ്രസൻസ് കാരണം. അപ്പൊ അതേ കാര്യം ഇവിടെ നടന്നു. ഗോഡ്സിന് ബ്രൗസിംഗ് എഫിഷ്യൻസി കൂടുതലാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? അവര് കൂടിക്കൂടി വന്നു. അങ്ങനെ അവര് കൂടിക്കൂടി വന്നപ്പോ അവരുടെ ഫുഡ് അവര് കഴിക്കാൻ തുടങ്ങി. അപ്പൊ ഫൈനലി അബിങ്ടൺ ടോർട്ടോസിന് അവിടെ നിൽക്കാൻ പറ്റാണ്ടായി, ഫൈനലി എക്സ്റ്റിങ്ക്റ്റ് ആയി. ഇനി വേറൊരു എവിഡൻസ് പറയാണ് ഏതിന്? occurrence of competition in nature. അതിനെ വിളിക്കുന്ന പേരാണ് കോമ്പറ്റിറ്റീവ് റിലീസ്. കോമ്പറ്റിറ്റീവ് റിലീസ് എന്ന് വെച്ചാൽ ഒരു പോപ്പുലേഷൻ എടുത്തു, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ജോഗ്രഫിക്കൽ ഏരിയയിൽ കാണുന്ന ഒരു പോപ്പുലേഷൻ എടുത്തു. ആൻഡ് അവിടെ എങ്ങനെയാണ് ഒരു കൈൻഡ് ഓഫ് സ്പീഷീസ് ഉണ്ട്. ആ സ്പീഷീസ് ആ ചെറിയൊരു ജോഗ്രഫിക്കൽ ഏരിയയിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ എന്ന് വിചാരിക്കുക, ഇമാജിൻ ചെയ്യുക. അപ്പോ അത് എന്ത് റീസൺ കൊണ്ടായിരിക്കണം അത് ചെറിയ ജോഗ്രഫിക്കൽ ഏരിയയിലേക്ക് റെസ്ട്രിക്റ്റഡ് ആവുന്നത്? അതിലെ മെയിൻ പോയിന്റ് എന്താന്ന് വെച്ചാൽ മറ്റ് ഏതെങ്കിലും കമ്പീറ്റിംഗ് സ്പീഷീസ് അവിടെ ഉള്ളത് കൊണ്ടായിരിക്കും അവരൊരു ചെറിയ ജോഗ്രഫിക്കൽ ഏരിയയിൽ ജീവിച്ചിരിക്കുന്നത്. പക്ഷെ ഈ കമ്പീറ്റിംഗ് സ്പീഷീസ് അല്ലെങ്കിൽ ഇവര് പേടിച്ച് ജീവിക്കുന്ന ആരാണോ, അതായത് ഇവരുടെ കൂടെ കമ്പീറ്റ് ചെയ്ത് ജീവിക്കുന്ന സ്പീഷീസ് ആരാണോ, അതിനെ നമ്മൾ ആ ജോഗ്രഫിക്കൽ ഏരിയയിൽ നിന്ന് റിമൂവ് ചെയ്താൽ എന്ത് നമുക്ക് കാണാൻ പറ്റും? ഈ ചെറിയ റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ താമസിക്കുന്ന സ്പീഷീസ് ഇസ് ഫൗണ്ട്, അവരുടെ പോപ്പുലേഷൻ ഇസ് ഫൗണ്ട് ടു എക്സ്പാൻഡ്. അതായത് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. കാരണം എന്താ? കമ്പീറ്റിംഗ് സ്പീഷീസിനെ നമ്മൾ റിമൂവ് ചെയ്തു. അപ്പോ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് കോമ്പറ്റിറ്റീവ് റിലീസ്. അതായത് രണ്ട് സ്പീഷീസ് ഉണ്ട് ഒരു വലിയൊരു ജോഗ്രഫിക്കൽ ഏരിയയിൽ, പക്ഷെ ഒരു സ്പീഷീസ് മറ്റേ സ്പീഷീസിനെ പേടിച്ച് ഒരു ചെറിയ റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ മാത്രമേ ഓക്യുപ്പൈഡ് ആയിട്ടുള്ളൂ. ഇനി നമ്മൾ എക്സ്പെരിമെന്റലി ഈ കുറച്ചും കൂടി സുപ്പീരിയർ ആയിട്ടുള്ള സ്പീഷീസിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്താൽ ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പാൻഡ് ചെയ്യുന്നു. ഈ എക്സ്പാൻഷനെ വിളിക്കുന്ന പേരാണ് കോമ്പറ്റിറ്റീവ് റിലീസ്. ഇനി അതിനും എക്സാമ്പിൾ ഉണ്ട്. കോർണൽസ് എലഗൻ ഫീൽഡ് എക്സ്പെരിമെന്റ്സ് ആണ് അതിന്റെ എക്സാമ്പിൾ. അതിൽ നമ്മൾ എന്ത് കണ്ടു? നമ്മുടെ റോക്കി സീ കോസ്റ്റ് ഓഫ് സ്കോട്ട്ലൻഡ് ലാർജറും കോമ്പറ്റിറ്റീവ്ലി സുപ്പീരിയറും ആയിട്ടുള്ള ബെർനാക്കിൾ ബലാനസ് ഡോമിനേറ്റ് ചെയ്തിരുന്നു ഒരു ഏരിയയിൽ.
ആൻഡ് ഇതേ ഏരിയയിൽ ബെർനാക്കിൾ ചാത്തമാലിസ് എന്ന് പറഞ്ഞ ഓർഗനിസം ഒരു ചെറിയ ഏരിയയിൽ എക്സ്ക്ലൂഡഡ് ആയിരുന്നു. പക്ഷെ നമ്മൾ ഈ ഡോമിനേറ്റ് ചെയ്യുന്ന സ്പീഷീസിനെ എക്സ്പെരിമെന്റിൽ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ സ്മോളർ പോപ്പുലേഷന്റെ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു പോയിന്റും കൂടി പറയുന്നത്, ജനറലി ഹെർബിവോഴ്സും പ്ലാന്റ്സും ആണ് മോർ ആഡ്വേഴ്സ്ലി അഫക്റ്റഡ് ബൈ കോമ്പറ്റിഷൻ ദാൻ കാർണിവോഴ്സ്. ആ സ്റ്റേറ്റ്മെന്റ് തന്ന് റൈറ്റ് ഓർ റോങ് എന്ന് വെച്ചാൽ അത് എന്താന്ന് വെച്ചാൽ ആ സെന്റൻസ് വായിച്ച് മനസ്സിലാക്കി ഉത്തരം എഴുതാൻ പറ്റണം. ഇനി നെക്സ്റ്റ് ഒരു പ്രിൻസിപ്പിൾ ആണ് വന്നിരിക്കുന്നത്. ആ പ്രിൻസിപ്പിളിന്റെ പേര് ഗോസസ് കോമ്പറ്റിറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ആ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ 2 സ്പീഷീസ് എടുത്തു. ഈ 2 സ്പീഷീസ് എങ്ങനെയുള്ളതായിരിക്കണം? ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള 2 സ്പീഷീസ് ആയിരിക്കണം. ആൻഡ് ആ 2 സ്പീഷീസും കമ്പീറ്റ് ചെയ്യണം ഒരു സെയിം റിസോഴ്സസിന്. അത് അവർക്ക് വേണ്ട നീഡും എന്താണ് ഓൾമോസ്റ്റ് സെയിം ആണ്, അതായത് ഗോളും സെയിം ആണ്. അവര് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസും ആണ്. പക്ഷെ ഇങ്ങനെയുള്ള സ്പീഷീസിന് അവർക്ക് ഇൻഡെഫിനിറ്റ് ആയിട്ട് അല്ലെങ്കിൽ അൺലിമിറ്റഡ് ടൈം പീരീഡ് എടുത്ത് നോക്കിയാൽ അവർക്ക് കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഈവൻച്വലി എന്ത് സംഭവിക്കും? കോമ്പറ്റിറ്റീവ് ഇൻഫീരിയർ വൺ വിൽ ബി എലിമിനേറ്റഡ്. എപ്പോഴും കാണും സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റിൽ പറയുന്നത് പോലെ കോമ്പറ്റിറ്റീവ് ഇൻഫീരിയർ ആയിട്ടുള്ള ആള് പതുക്കെ എലിമിനേറ്റഡ് ആവും. പക്ഷെ ഇത് നമ്മൾ ഏത് കേസിലാണ് പറയുന്നത്? ദിസ് മേ ബി ട്രൂ ഇഫ് റിസോഴ്സസ് ആർ ലിമിറ്റിംഗ് ബട്ട് നോട്ട് അതർവൈസ്. റിസോഴ്സസ് അൺലിമിറ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തോളും. ഇതിന് എത്ര വേണ്ടത് അത് വേണ്ടതുപോലെ കഴിക്കാം. ഇനി മറ്റേ സ്പീഷീസിന് എങ്ങനെയാണ് അതിന്റെ ഇഷ്ടം പോലെ അതും ചെയ്യാം. കാരണം അൺലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് ഉണ്ട്, അവൈലബിലിറ്റിക്ക് ലിമിറ്റേഷൻ ഇല്ലാത്തത് കൊണ്ട്. പക്ഷെ ഇങ്ങനത്തെ ജനറലൈസേഷൻ അല്ല ഇപ്പൊ നമ്മൾ റീസെന്റ് സ്റ്റഡീസിൽ കണ്ടു തുടങ്ങുന്നത്. കാരണം എന്താ? ഈ റീസെന്റ് സ്റ്റഡീസിൽ റൂൾ ഔട്ട് ചെയ്യുന്നില്ല ഈ ഇന്റർ സ്പെസിഫിക് കോമ്പറ്റിഷൻ ഇൻ നേച്ചർ. പക്ഷെ അവർ പോയിന്റ് ഔട്ട് ചെയ്യുന്നു, സ്പീഷീസ് ഫേസിംഗ് കോമ്പറ്റിഷൻ മൈറ്റ് ഇവോൾവ് മെക്കാനിസംസ് ദാറ്റ് പ്രൊമോട്ട് കോ എക്സിസ്റ്റൻസ് റാദർ ദാൻ എക്സ്ക്ലൂഷൻ. എപ്പോഴും ഒരേ സ്ഥലത്ത് ഓക്യുപ്പൈ ചെയ്യുന്ന 2 സ്പീഷീസ് ഏത് ഗോളായിട്ട് നീങ്ങുള്ളൂ? ദേ പ്രൊമോട്ട് കോ എക്സിസ്റ്റൻസ്, അല്ലാണ്ട് എക്സ്ക്ലൂഷൻ അല്ല അവർക്ക് എപ്പോഴും ഗോളായിട്ട് മനസ്സിലുണ്ടാവുന്നത്. അങ്ങനത്തെ ഉള്ളൊരു മെക്കാനിസം നമ്മൾ ഇപ്പൊ പഠിച്ചിരുന്നു. കോ എക്സിസ്റ്റൻസ് പ്രൊമോട്ട് ചെയ്യുന്ന മെക്കാനിസംസ് ഈ സ്പീഷീസ് ഇവോൾവ് ചെയ്യും. അങ്ങനെയുള്ളൊരു മെക്കാനിസം ആണ് പാർട്ടീഷനിങ്. റിസോഴ്സ് പാർട്ടീഷനിങ് എന്താണ്? ഒരേ സ്ഥലത്ത് 2 സ്പീഷീസ് ഉണ്ട് ആൻഡ് ഇവര് തമ്മിൽ കമ്പീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം റിസോഴ്സ് ഒരിക്കലും അൺലിമിറ്റഡ് അല്ല. റാദർ ദാൻ എക്സ്ക്ലൂഷൻ, ഗോയിങ് ഫോർ എക്സ്ക്ലൂഷൻ, ഒന്ന് മറ്റൊന്നിനെ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യുന്നതിന് പകരം അവര് തന്നെ അന്യോന്യം എന്ത് ഇവോൾവ് ചെയ്യും? അതായത് ഒന്നുകിൽ അവർ ഡിഫറെന്റ് ടൈംസ് ഓഫ് ഫീഡിങ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഫോറേജിങ് പാറ്റേൺസ് സ്വീകരിച്ച് അവര് അവരുടേതായ ഫുഡ് കണ്ടുപിടിക്കേണ്ട മെത്തേഡിൽ ഇവോൾവ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് പ്രൊമോട്ടഡ് ആയി? ഫൈനലി കോ എക്സിസ്റ്റൻസ് റാദർ ദാൻ എക്സ്ക്ലൂഷൻ. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് മെക് ആർത്തർ എന്ത് കാണിച്ചു? 5 ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ഓഫ് വോബ്ലേഴ്സ് ലിവിംഗ് ഓൺ ദ സെയിം ട്രീ വർ ഏബിൾ ടു അവോയ്ഡ് കോമ്പറ്റീഷൻ. അവർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റി ആൻഡ് അവർ കോ എക്സിസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഡ്യൂ ടു അവർ ഇവോൾവ് ചെയ്തു? ബിഹേവിയറൽ ഡിസ്റ്റൻസസ് ഇൻ ദർ ഫോറേജിങ് ആക്ടിവിറ്റീസ് ഉണ്ടാക്കിയതുകൊണ്ട് അവർക്ക് ഫൈനലി എന്ത് ചെയ്തു? എക്സ്പ്ലോഷന്റെ ആവശ്യം വന്നില്ല, ജസ്റ്റ് കോ എക്സിസ്റ്റൻസ് പോസിബിൾ ആണെന്ന് കണ്ടു. അപ്പോ കോമ്പറ്റീഷനിൽ നമ്മൾ കുറെ എക്സാമ്പിൾസ് ഇതിന്റെ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്നിക്കൽ ഒരു പേപ്പറിലേക്ക് വേറെ തന്നെ മാറ്റി എഴുതുക. ആൻഡ് അത് ഏത് പ്രിൻസിപ്പിളിനെ സപ്പോർട്ട് ചെയ്യാണ് എക്സാമ്പിൾസ് ആൻഡ് ഏത് ആനിമൽ, ഏത് റീജിയൻ, എന്താണത് കൺക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ വേറെ തന്നെ എഴുതി വെച്ച് പഠിക്കാൻ നോക്കുക. ഇനി പാരസിറ്റിസം നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ടേം ആണ്. പാരസൈറ്റ്സ് എന്താ ചെയ്യുന്നത്? പാരസൈറ്റ്സ് ഒരു ഹോസ്റ്റിനെ കണ്ടുപിടിക്കും
ആൻഡ് ആ ഹോസ്റ്റിൽ നിന്ന് എന്ത് ഡിറൈവ് ന്യൂട്രിയൻ, അതിൽ ഒരാൾക്ക് പോസിറ്റീവ് ബെനിഫിറ്റ് ഉണ്ടാവുന്നു, മറ്റേയാൾക്ക് നെഗറ്റീവ് അല്ലെങ്കിൽ ഹാം ഉണ്ടാവുന്നു. ഈ പാരസൈറ്റ്സ് ഹോസ്റ്റ് സ്പെസിഫിക് ആയിട്ട് ഇവോൾവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു സിംഗിൾ സ്പീസ് ഓഫ് ഹോസ്റ്റ് മാത്രമേ അവർക്ക് പാരസിറ്റൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്ക്. That is, if the host evolves special mechanism for rejecting or resisting the parasite has to evolve mechanisms to counteract and neutralize them in order to be successful. അതായത് ഒരു ഓർഗാനിസം എടുത്തു, ഒരു പാരസൈറ്റ് എടുത്തു, ആ പാരസൈറ്റിന് ഒരു തരത്തിലുള്ള ഒരു സിംഗിൾ സ്പീസ് ഓഫ് ഹോസ്റ്റിനെ മാത്രമേ അറ്റാച്ച് ചെയ്ത് അവരുടെ ബെനിഫിറ്റ്സ് നേടാൻ പറ്റുള്ളൂ. പക്ഷെ ഇൻ എനി ചാൻസ്, ഏതെങ്കിലും ചാൻസ് വഴി ഈ നമ്മുടെ സിംഗിൾ സ്പീസ് ഓഫ് ഹോസ്റ്റിന് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വന്ന് എന്തെങ്കിലും ഒരു മെക്കാനിസം ഇവോൾവ് ചെയ്താൽ നമ്മുടെ പാരസൈറ്റും ഇതേ തരത്തില് അൺലെസ് ആൻഡ് അൺടിൽ ഈ പാരസൈറ്റും ഇങ്ങനത്തെ എവല്യൂഷൻ കൊണ്ടുവരുന്നത് വരെ നമുക്ക് ഈ പാരസൈറ്റിന് ഈ സിംഗിൾ സ്പീസ് ഓഫ് ഹോസ്റ്റിൽ നിന്ന് ബെനിഫിറ്റ്സ് നേടാൻ പറ്റില്ല. ഇനി അങ്ങനെ കുറച്ച് എവല്യൂഷൻ പാരസൈറ്റ്സിന് വന്നു. ആ പാരസൈറ്റ്സിന് വന്ന എവല്യൂഷന്റെ എക്സാമ്പിൾസ് ആണ് അടുത്തത്. സച്ചസ് ലോസ് ഓഫ് അൺനെസസറി സെൻസ് ഓർഗൻസ്. അതായത് പാരസൈറ്റ്സിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താ? അതിന്റെ ആവശ്യമുള്ള സ്പേസ് ആണെങ്കിലും ന്യൂട്രിയൻസ് ആണെങ്കിലും ഡിറൈവ് ചെയ്യുക. ആ പ്രോസസ്സിന് എഫിഷ്യൻസി കൂട്ടുന്ന രീതിയിലുള്ള കുറെ തരം എവല്യൂഷൻസും അഡാപ്റ്റേഷൻസും പാരസൈറ്റ്സിന്റെ ലൈഫ് സൈക്കിളിൽ കൊണ്ടുവരാൻ പറ്റി. അങ്ങനത്തെ ചില എക്സാമ്പിൾസ് ആണ് ലോസ് ഓഫ് അൺനെസസറി സെൻസ് ഓർഗൻസ്, പ്രസൻസ് ഓഫ് adhesive organs or suckers. ഇതിന്റെ ആവശ്യം എന്താ? To cling on to the host. Loss of digestive system. കാരണം എന്താ? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി പ്ലാന്റ്സ് എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്ത് അബ്സോർബ് ചെയ്ത് അസിമുലേറ്റ് ചെയ്ത് ന്യൂട്രിയൻസ് ജസ്റ്റ് ഡിറൈവ് ആര് ചെയ്യുന്നുള്ളൂ? പാരസൈറ്റ്സ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ അവർക്ക് ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ആവശ്യമില്ലാത്ത സാധനം എന്ത് ചെയ്തു? അതൊക്കെ കുറഞ്ഞു വന്ന് ആവശ്യമുള്ള സാധനം, അതായത് ലൈക്ക് അഡ്ഹസീവ് ഓർഗൻസ് ആൻഡ് സക്കേഴ്സ് ടു ക്ലിങ് ഓൺ ടു ദി ഹോസ്റ്റ്, അതിന്റെ ഒക്കെ പ്രസൻസ് കൂടിക്കൂടി വന്നു. ആൻഡ് ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയും അങ്ങനത്തെ ഒരു അഡാപ്റ്റേഷൻസിന് ഒന്നാണ്. ഇനി നമുക്ക് പല എക്സാമ്പിൾസും നമ്മൾ കണ്ടിരുന്നു. ആനിമൽ കിങ്ഡത്തിലായാലും പല ചാപ്റ്റേഴ്സിലായാലും നമുക്കറിയാം പാരസിറ്റിന്റെ ലൈഫ് സൈക്കിള് ഒരൊറ്റ ഹോസ്റ്റിനെ മാത്രം ഇൻവോൾവ് ചെയ്യുന്നൊന്നുമില്ല. അവരുടെ ഓരോ ഓർഗാനിസത്തിന്റെ പ്രത്യേകത പോലെ ഒന്നിക്കിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റോ അല്ലെങ്കിൽ വെക്ടേഴ്സോ എന്ത് ഫെസിലിറ്റേറ്റ് ചെയ്തു? ഈ പ്രൈമറി ഹോസ്റ്റിന്റെ പാരസിറ്റൈസേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്തു. എന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹ്യൂമൻ ലിവർ ഫ്ലൂക്ക് വിച്ച് ഇസ് എ ട്രെമറ്റോഡ് പാരസൈറ്റ്. ഈ ലിവർ ഫ്ലൂക്ക് രണ്ട് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ടു കംപ്ലീറ്റ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. ഏതൊക്കെ? സ്നെയിൽ ആൻഡ് ഫിഷ്. ഈ സെന്റൻസ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. ഈ ലിവർ ഫ്ലൂക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ്സ് ഏതൊക്കെ എന്ന് വെച്ചാൽ സ്നെയിൽ ആൻഡ് ഫിഷ്. ഈ സ്നെയിൽ ഓർഗൻ വേറെ ഏതെങ്കിലും ഓർഗാനിസം അങ്ങനെ തന്നാൽ കറക്റ്റ് ഓപ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റണം. ഇനി നമുക്കറിയാം ഈ മലേറിയൽ പാരസൈറ്റ് ആണ് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന പോസിറ്റീവ് ഏജന്റ്. പക്ഷെ അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ എന്തിന്റെ ആവശ്യമുണ്ട്? ഒരു വെക്ടറിന്റെ ആവശ്യമുണ്ട്. ആ വെക്ടർ ആണ് നമുക്കറിയാം നമ്മള് കോമൺ ആയിട്ട് കാണുന്ന മോസ്കിറ്റോസ്. ഇനി മെജോറിറ്റി ഓഫ് പാരസൈറ്റ്സിനെ എടുത്ത് നോക്കിയാലും അവരെന്ത് ചെയ്യും? ഹോസ്റ്റിനെ ഹാം ചെയ്യും. കാരണം എന്താ? അതിന്റെ ന്യൂട്രിയൻസ് വലിച്ചെടുത്ത് സ്വന്തം കുറച്ച് സെൽഫിഷ്നെസ് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ മെജോറിറ്റി ഓഫ് പാരസൈറ്റ്സും ഹോസ്റ്റിനെ ഹാം ചെയ്യുന്ന രീതിയാണ് നമ്മൾ കണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ദേ മേ റെഡ്യൂസ് ദി സർവൈവൽ, ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ദ ഹോസ്റ്റ് ആൻഡ് റെഡ്യൂസ് ഇറ്റ്സ് പോപ്പുലേഷൻ ഡെൻസിറ്റി. ഇങ്ങനെ ചെയ്താൽ ആർക്കാണ് ആക്ച്വലി മോശം? അതായത് പാരസൈറ്റ് ഇസ് ഓൾവേസ് ഡിപ്പെൻഡന്റ് ഓൺ ദിസ് ഹോസ്റ്റ് ഫോർ ഇറ്റ്സ് എവറിതിങ് ഇൻ ലൈഫ്. അതായത് ലൈഫ് സൈക്കിൾ ഓരോ പോയിന്റ് ഓഫ് ടൈമിലും ഈ പാരസൈറ്റ്സിന് നമ്മുടെ ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യണം. ഇതേ ഹോസ്റ്റിന് തന്നെ ആവശ്യത്തിൽ കൂടുതൽ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അതിന്റെ ഗ്രോത്തും റീപ്രൊഡക്ഷനും സർവൈവലും എല്ലാം റെഡ്യൂസ് ചെയ്താൽ ഫൈനലി ഈ ഹോസ്റ്റ് ബിക്കംസ് വൾണറബിൾ ടു പ്രെഡേഷൻ. അത് ഫിസിക്കലി വീക്ക് ആവുന്നു, വൾണറബിൾ ആവുന്നു പ്രെഡേഷന്. അങ്ങനെ എങ്ങനെയെങ്കിലും ഈ ഹോസ്റ്റ് ഇല്ലാണ്ടായാലും ഫൈനലി ആരും ഉണ്ടാവില്ല, ഈ ഹോസ്റ്റിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരസൈറ്റും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു എക്സ്ട്രാ 1-2 പോയിന്റ്സ്.
പാരസൈറ്റ്സ് ദാറ്റ് ഫീഡ് ഓൺ എക്സ്റ്റേണൽ സർഫസ് ഓഫ് ഹോസ്റ്റ് ഓർഗാനിസം. ഹോസ്റ്റ് ഓർഗാനിസത്തിന് എക്സ്റ്റേണൽ സർഫസിൽ ഫീഡ് ചെയ്യുന്നത് നമ്മൾ എക്ടോ പാരസൈറ്റ്സ് എന്ന് വിളിച്ചു. ആൻഡ് അതിന്റെ മോസ്റ്റ് ഫെമിലിയർ എക്സാമ്പിൾ എന്താ? ലൈസ് ഓൺ ഹ്യൂമൻസ് ആൻഡ് ടിക്സ് ഓൺ ഡോഗ്സ്. ഇത് ലൈസ് ആൻഡ് ടിക്സ് ആർ എൻഡോ പാരസൈറ്റ്സ് എന്നൊരു സെന്റൻസ് തന്നു. എന്നിട്ട് ഇത് ശരിയാണോ തെറ്റാന്ന് വെച്ചാൽ എന്ത് പറയും? അത് തെറ്റാണ്, കാരണം അവർ എക്ടോ പാരസൈറ്റ്സ് ആണ്. ഇങ്ങനെയാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ്. വേറെ എടുത്ത് നോക്കുകയാണെങ്കിൽ മെറീൻ ഫിഷ് എന്തിനാൽ ഇൻഫെസ്റ്റഡ് ആയിരിക്കും? വിത്ത് എക്ടോ പാരസിറ്റിക് കോപ്പോഡ്സ്. വേറെ എക്സാമ്പിൾ, ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു പാരസിറ്റിക് പ്ലാന്റ് ആണ് ഏത്? കസ്ക്യൂട്ട. അത് എവിടെയാണ് ഗ്രോ ചെയ്യുന്നത്? ഓൺ ഹെഡ്ജ് പ്ലാന്റ്സ്. അതുകൊണ്ട് കസ്ക്യൂട്ട ഇസ് എ പാരസൈറ്റ്. ആൻഡ് അത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? നമ്മുടെ അതിന്റെ ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോ അതിന് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഡയറക്ട്ലി ഡിറൈവ് ചെയ്താൽ പോരെ. അപ്പൊ അത് ഫൈനലി ഇവോൾവ് ചെയ്ത് ക്ലോറോഫിലും ലീവ്സും ഒക്കെ ലൂസ് ചെയ്തു. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്, ദ ഫീമെയിൽ മോസ്കിറ്റോ ഇസ് നോട്ട് കൺസിഡേർഡ് എ പാരസൈറ്റ് ഓൾദോ ഇറ്റ് നീഡ്സ് ആർ ബ്ലഡ് ഫോർ റീപ്രൊഡക്ഷൻ. അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം ഫീമെയിൽ മോസ്കിറ്റോ അതെന്താണ്? ആക്ച്വലി രോഗം പരത്തുന്ന വെക്ടർ ആണ്. ആൻഡ് ഫീമെയിൽ മോസ്കിറ്റോ നമ്മുടെ ബ്ലഡ് എടുക്കുന്നുണ്ട്. ഓൾദോ ഇറ്റ് നീഡ്സ് ആ ബ്ലഡ് ഫോർ റീപ്രൊഡക്ഷൻ, നമ്മൾ അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല? പാരസൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കുക. അതിന്റെ ആൻസർ ഞാൻ ഈ ക്ലാസ്സിന്റെ ലാസ്റ്റ് പറയും. അതുവരെ നിങ്ങൾ ചിന്തിക്കുക എന്തുകൊണ്ടായിരിക്കും ഈ ബ്ലഡ് എടുക്കുന്നുണ്ട്. ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് ഈ ഫീമെയിൽ മോസ്കിറ്റോ ഇസ് നോട്ട് കൺസിഡേർഡ് എ പാരസൈറ്റ്. ഇനി എക്ടോ പാരസൈറ്റ്സ് കണ്ടു. ഇനി എന്ത് കാണണം? എൻഡോ പാരസൈറ്റ്സ്. എൻഡോ പാരസൈറ്റ്സ് എന്താണ്? ദേ ലിവ് ഇൻസൈഡ് ദി ഹോസ്റ്റ് അറ്റ് ഡിഫറെന്റ് സൈറ്റ്സ്. അതായത് വേറെ പല ഏത് ഓർഗൻസിലോ അല്ലെങ്കിൽ ബ്ലഡിലോ RBCയിലോ ജീവിക്കുന്ന പാരസൈറ്റ്സിനെ എൻഡോ പാരസൈറ്റ്സ് എന്ന് വിളിച്ചു. ആൻഡ് ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട്, അവരുടെ ലൈഫ് സൈക്കിൾസ് ആർ മോർ കോംപ്ലെക്സ്. കാരണം എന്താ? ബിക്കോസ് ഓഫ് ദർ എക്സ്ട്രീം സ്പെഷ്യലൈസേഷൻ. കാരണം എന്താ? അവർ ഓർഗൻ സ്പെസിഫിക് ആയിരിക്കും. ചിലപ്പോൾ ലിവറിന് മാത്രമേ എഫക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കിഡ്നിയിൽ മാത്രമേ എഫക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടാവുമ്പോൾ അവർക്ക് അങ്ങോട്ടേക്ക് എത്തണം. ആൻഡ് അതിന്റെ നീഡ്സ് ഒക്കെ റിവോൾവ്സ് അറൌണ്ട് വൺ സ്പെസിഫിക് ഓർഗൻ. അങ്ങനെയുള്ള എക്സ്ട്രീം സ്പെഷ്യലൈസേഷൻ കാണിക്കുമ്പോൾ അവരുടെ ലൈഫ് സൈക്കിൾ എന്താവും? മോർ കോംപ്ലെക്സ് ആവും. മറ്റൊരു പാരസൈറ്റിസത്തിന്റെ എക്സാമ്പിൾ ബ്രൂഡ് പാരസൈറ്റിസം ഇൻ ബേർഡ്സ്. അതായത് ഒരു ബേർഡ് ഉണ്ട്, അത് അതിന്റെ എഗ്സ് അതിന്റെ നെസ്റ്റിൽ ലേ ചെയ്യുന്നു. അതേമാതിരി ഒരു ബേർഡ് അതിന്റെ സ്വന്തം നെസ്റ്റിൽ എഗ് ലേ ചെയ്യുന്ന പോലെ വേറെ ചില പാരസിറ്റിക് ബേർഡ്സ് ഉണ്ട്. അവരെന്ത് ചെയ്യും? സ്വന്തം നെസ്റ്റ് ഉണ്ടാക്കാണ്ട് മറ്റുള്ള ഹോസ്റ്റിന്റെ നെസ്റ്റിൽ പോയിട്ട് എഗ്സ് ലേ ചെയ്യും. ആൻഡ് ഈ ഹോസ്റ്റിനെ ഇൻക്യുബേറ്റ് ചെയ്യാൻ അലൗ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ് നേച്ചറിൽ നടക്കുന്നതുകൊണ്ട് എവല്യൂഷൻ വഴി എന്ത് നടന്നു? eggs of the parasitic bird have evolved to resemble hosts egg in size and color to reduce എന്തായിരിക്കും? chance of host rejecting this egg from its own eggs. അതിന്റെ ഒരു മോസ്റ്റ് ഫെമിലിയർ എക്സാമ്പിൾ ആണ് കുക്കു ആൻഡ് ക്രോ. എന്ത് ചെയ്യും? ക്രോ ആക്ട്സ് ആസ് എ പാരസൈറ്റ്. ആൻഡ് ഈ ക്രോ എന്ത് ചെയ്യും? ഈ കുക്കുവിന്റെ നെസ്റ്റിൽ പോയി എഗ് ലേ ചെയ്യും. ആൻഡ് ഈ കുക്കു ആണ് പിന്നെ അതിനെ ഇൻക്യുബേറ്റ് ചെയ്ത് ബാക്കിയുള്ള എഗ്സിന്റെ കൂടെ വളർത്തിയെടുക്കുന്നത്. ഇനി നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് കമൻസാലിസം. കമൻസാലിസം നമുക്കറിയാം എന്താണ്? ഒരാൾക്ക് പോസിറ്റീവ്, ഒരാൾക്ക് ന്യൂട്രൽ. അതിൽ ഏറ്റവും കൂടുതൽ ആ പാരഗ്രാഫിൽ അറിഞ്ഞിരിക്കേണ്ടത് എക്സാമ്പിൾ orchid growing as an epiphyte on a mango branch, barnacles growing on the back of a whale. ഇതിൽ ആരാണ് ബെനിഫിറ്റഡ് ആവുന്നത്, ആരാണ് ന്യൂട്രൽ എന്നും കൂടെ അറിഞ്ഞിരിക്കുക. ആര് ബെനിഫിറ്റഡ് ആവും? ഇൻ കേസ് ഓഫ് ഓർക്കിഡ് ഗ്രോയിങ് ആസ് എൻ എപ്പിഫൈറ്റ് ഓൺ എ മാംഗോ ബ്രാഞ്ച്, ആരായിരിക്കും ബെനിഫിറ്റഡ് ആവുന്ന? ഓർക്കിഡ് ബെനിഫിറ്റഡ് ആവും. പക്ഷെ മാംഗോ ട്രീക്ക് എന്താണ്? ഹാമും ഇല്ല, നഷ്ടവും ഇല്ല, ലാഭവും ഇല്ല. അപ്പൊ മാംഗോ ട്രീ 0 ആൻഡ് ഓർക്കിഡ് പോസിറ്റീവ്. ഇനി ബാർനക്കിൾസ് ഗ്രോയിങ് ഓൺ ദി ബാക്ക് ഓഫ് വെയില് ആരാണ് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്? ബാർനക്കിൾസ് പോസിറ്റീവ്, വെയില് 0 അല്ലെങ്കിൽ ന്യൂട്രൽ. ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ കാറ്റിൽ എഗ്രറ്റ് ആൻഡ് ഗ്രേസിംഗ് കാറ്റിൽ. ഇതും കമൻസാലിസം കാണിക്കുന്നു.
അടുത്ത എക്സാമ്പിൾ ബിറ്റ്വീൻ സീ ആനിമോൺ. സീ ആനിമോൺ എങ്ങനെ സ്റ്റിംഗിങ് and clownfish that lives among clown predators stay away from stinging the tentacles. Animal not appear to derive any benefit by hosting the clownfish. അതായത് സീറോ, ന്യൂട്രൽ, ഹാമും ഇല്ല ബെനിഫിറ്റും ഇല്ല. ഇനി നെക്സ്റ്റ് മ്യൂച്വലിസം. അതിന്റെയും എക്സാമ്പിൾ അറിഞ്ഞിരിക്കുക. ലൈക്കൻസ് ഒരു മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പ് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പോ നമ്മൾ മ്യൂച്വലിസത്തിൽ ഓൾറെഡി ലൈക്കൻസും കണ്ടു, മൈക്രോറൈസിങ് കണ്ടു ആസ് എക്സാമ്പിൾസ്. ഇനി നെക്സ്റ്റ് കാണാൻ പോകുന്ന പ്ലാന്റ് ആനിമൽ റിലേഷൻ. പോളിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന ആനിമൽസും പോളിനേറ്റ് ചെയ്യപ്പെടുന്ന ഫ്ലവേഴ്സും. ഈ പോളിനേഷൻ ആണ് നമ്മുടെ പ്ലാന്റ്സിന് കിട്ടുന്ന ബെനിഫിറ്റ്. ആനിമൽസിന് എന്ത് ബെനിഫിറ്റ് കിട്ടും? ഈ ഓഫർ ചെയ്യുന്ന പോളൻ അല്ലെങ്കിൽ നെക്ടർ ആണ് ഇതിന്റെ ഇതിന് ആനിമൽസിന് കിട്ടുന്ന ബെനിഫിറ്റ്സ്. മ്യൂച്വലിസം ഡെവലപ്പ് ആയതുപോലെ തന്നെ ആക്ച്വലി എന്തും കൂടി ഡെവലപ്പ് ആയി ഇതിന്റെ കൂടെ? ചീറ്റേഴ്സ് എന്താണ് പറയുന്നത്? ഫോർ എക്സാമ്പിൾ ചില ആനിമൽസ് എന്ത് ചെയ്യും? വിത്തൗട്ട് ഹെൽപ്പിംഗ് ഇൻ പോളിനേഷൻ സ്റ്റീൽ ചെയ്യാൻ നോക്കും നെക്ടർ. അപ്പോ അത് ആർക്കാണ്? ഒരാൾക്കും അത് മ്യൂച്വലിസം നമുക്ക് വിളിക്കാൻ പറ്റില്ല. ആൻഡ് ഈ മ്യൂച്വലിസം കാരണം പ്ലാന്റ് ആനിമൽ ഇന്ററാക്ഷൻസ് കാരണം നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു മ്യൂച്വലിസം നടത്തുന്ന രണ്ട് ഓർഗാനിസത്തിന് ഏതെങ്കിലും ഒരാള് എവല്യൂഷൻ നടത്തിയാല് അതിന്റെ കൂടെ തന്നെ ആരും കൂടി എവല്യൂഷൻ നടത്തും. നമ്മുടെ ഫോർ എക്സാമ്പിൾ പ്ലാന്റ് പോളിനേഷൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ പോളിനേറ്റർ സ്പീഷീസ്, അതായത് അങ്ങനത്തെ ആനിമൽസ് എന്തെങ്കിലും എവല്യൂഷൻ നടത്തിയാൽ അതേപോലെ എവല്യൂഷൻ ആർക്കും സംഭവിക്കും? പോളിനേറ്റ് ചെയ്യപ്പെടുന്ന പ്ലാന്റ്സിനും സംഭവിക്കും. അതായത് ഇങ്ങനെ എവല്യൂഷൻ വന്ന് ഫൈനലി എന്ത് സംഭവിച്ചു? എക്സ്ക്ലൂസീവ് ആയി രണ്ട് ഓർഗാനിസം തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഗിവൺ ഫിക്സ് സ്പീഷീസ് can be pollinated only by its partner wasp species and no other species. And ഈ ഫീമെയിൽ വാസ്പ് എന്ത് ചെയ്യും? യൂസ് ദ ഫ്രൂട്ട് നോട്ട് ഓൺലി ആസ് എൻ ഓവിപോസിഷൻ. ഓവിപോസിഷൻ എന്ന് പറഞ്ഞാൽ എഗ് ലേ ചെയ്യുന്ന സൈറ്റ് ആയിട്ട് മാത്രമല്ല യൂസ് ചെയ്യുക, പക്ഷേ ഇറ്റ് ഓൾസോ യൂസസ് ദി ഡെവലപ്പിംഗ് സീഡ്സ് വിത്തിൻ ദ ഫ്രൂട്ട് ഫോർ നറിഷിംഗ് ഇറ്റ്സ് ലാർവേ. ഇങ്ങനെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലിസം കണ്ടെത്തുന്നത്. അങ്ങനെ ഈ വാസ്പ് എന്ത് പോളിനേറ്റ് ചെയ്യും? നമ്മുടെ ഫിഗിന്റെ ഇൻഫ്ലോറസൻസിനെ പോളിനേറ്റ് ചെയ്യും ഇൻ കോഴ്സ് ഓഫ് സെർച്ചിങ് ഫോർ സൂട്ടബിൾ എഗ് ലേയിങ് സൈറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് മ്യൂച്വലിസത്തിന്റെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്തിലേക്ക് കടക്കാം? സൊല്യൂഷൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് സൊല്യൂഷൻസ് ഞാൻ വേഗം ഡിസ്കസ് ചെയ്തു പോകും, കാരണം ഓൾറെഡി ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് സൈഡിൽ പോയിന്റ് വൈസ് എഴുതിയിരിക്കുന്ന സാധനങ്ങളാണ്. ലിസ്റ്റ് ദി ആട്രിബ്യൂട്ട്സ് ദാറ്റ് പോപ്പുലേഷൻ പോസസ് ബട്ട് നോട്ട് ഇൻഡിവിജ്വൽസ്. നമുക്കറിയാം ഇൻഡിവിജ്വൽസിന് ബർത്ത് ആണെങ്കിൽ അതേ സാധനം പോപ്പുലേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ബർത്ത് റേറ്റ് ആവും. പെർ ക്യാപിറ്റ പെർ 1000 ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഇൻ എ ഇയർ ടൈം പീരീഡും എത്ര ആൾക്കാരാണെന്നുള്ള എമൗണ്ടും നമ്മൾ കൺസിഡർ ചെയ്ത് അത് ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ ബർത്ത് റേറ്റ് ആവും. അങ്ങനെ നോക്കുമ്പോൾ ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് നമ്മൾ പഠിച്ചു? പോപ്പുലേഷൻ ഡെൻസിറ്റി കണ്ടു, ഏജ് ഡിസ്ട്രിബ്യൂഷൻ, ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, എവല്യൂഷൻ, സെക്സ് റേഷ്യോ. ഇത്രയും സാധനങ്ങൾ നമ്മൾ പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ആട്രിബ്യൂട്ട്സ് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പോപ്പുലേഷൻ എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്ത് ഡബിൾ ആയി. എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്യുന്ന നമുക്കറിയാം റിസോഴ്സസ് എങ്ങനെയായിരിക്കും? അൺലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും. അപ്പോ പോപ്പുലേഷൻ ഡബിൾ ആയി എത്രയാ ടൈം പീരീഡ്? ഇൻ 3 years. അപ്പോ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് ഇൻക്രീസ്, നാച്ചുറൽ ഇൻക്രീസ് ആറാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എക്സ്പോണൻഷ്യൽ ഗ്രോത്തിന്റെ ഇക്വേഷൻ എന്താണ് നമ്മൾ കണ്ടത്? nt ഈക്വൽസ് n0 e raised to rt. ഇതാണ് നമ്മൾ ഓൾറെഡി കണ്ട ഇക്വേഷൻ. ഇനി നമുക്കറിയാം nt
പോപ്പുലേഷൻ അറ്റ് എ ടൈം ടി എത്രയായി? ഡബിൾ ആയി എന്നാണ് പറഞ്ഞത്. അപ്പോ n0 ടൈമിൽ പോപ്പുലേഷൻ എക്സ് ആയിട്ട് എടുത്താൽ ആഫ്റ്റർ 3 years പോപ്പുലേഷൻ 2x ആയിട്ട് നമുക്ക് എടുക്കാം. ആൻഡ് e⁻r ടൈം എത്രയാ? 3. ഇനി എക്സും എക്സും ക്യാൻസൽ ആയി. 2 = e⁻3r. രണ്ട് സൈഡിലും ലോഗ് എടുക്കുകയാണെങ്കിൽ log 2 = 3r log e. ഇനി log 2ന്റെ വാല്യൂ അറിഞ്ഞിരിക്കണം. എത്ര? 0.301 equals 3r into log e ന്റെ വാല്യൂ 0.434. അപ്പോ r ഫൈനൽ എത്രയായിരിക്കും? 0.301 by 3 into 0.434. ഇത് അറൌണ്ട് എത്ര കിട്ടും? 0.231 കിട്ടും. ഇതാണ് r അല്ലെങ്കിൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. ഇനി നെയിം ഇമ്പോർട്ടന്റ് ഡിഫൻസ് മെക്കാനിസംസ് ഇൻ പ്ലാന്റ്സ് അഗൈൻസ്റ്റ് ഹെർബിവോറി. ഇപ്പോ ലാസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ കണ്ടതാണ് മോർഫോളജിക്കൽ ട്രേറ്റ്സും കണ്ടു, കെമിക്കൽ ഡിഫൻസസും കണ്ടു. ഇതിൽ തോൺസ്, സ്പൈൻസ് വന്നു, സ്റ്റിക്കി ഗ്ലാൻഡുലർ ഹെയർ കാണാം, ഹെയർ കോട്ടിംഗ് കാണാം, മിമിക്രി കാണാം. കെമിക്കൽ ഡിഫൻസിൽ എന്തോ കണ്ടു? കെലോട്രോപ്പീസ് ഡെവലപ്പ് ചെയ്ത പോയിസണസ് കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ്, അല്ലെങ്കിൽ ഒഫെൻസീവ് സ്മെൽ ആവാം, ടാനിൻസ്, ബിറ്റർ ടേസ്റ്റ്, ആൽക്കലോയിഡ്സ്, ഇതിലേതെങ്കിലും ആവാം. ഇനി ഓർക്കിഡ് പ്ലാന്റ് ഇസ് ഗ്രോയിങ് ഓൺ ദി ബ്രാഞ്ച് ഓഫ് മാംഗോ ട്രീ. ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ജസ്റ്റ് ഡിസ്കസ് ചെയ്തോളൂ. അതിന് നമ്മൾ കമന്റ്സ് ആൻസർ കണ്ടു. കാരണം എന്താ? ഓർക്കിഡ് ഇസ് ബെനിഫിറ്റഡ് ബൈ ഗെറ്റിംഗ് ഷെൽട്ടർ ഫ്രം മാംഗോ ട്രീ. പക്ഷെ മാംഗോ ട്രീക്ക് എങ്ങനെ ബെനിഫിറ്റും ഇല്ല ഹാമും ഇല്ല. അപ്പൊ അതിനെ നമ്മൾ കമന്റ്സ് ആൻസർ എന്ന് വിളിച്ചു. ഇനി വാട്ട് ഇസ് ദ ഇക്കോളജിക്കൽ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ് ഓഫ് മാനേജിങ് വിത്ത് പെസ്റ്റ് ഇൻസെക്ട്സ്? NCERT സെന്റൻസ് എക്സാക്ട്ലി എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്താണ്. അതിന്റെ ആൻസർ പ്രഡേഷൻ. പ്രഡേഷൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഗാംബൂസിയ ഫിഷ് prey on mosquito larva. ഇനി ഡിഫൈൻ പോപ്പുലേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി പാർട്ട് 1 ഡിസ്കസ് ചെയ്താണിത്. പോപ്പുലേഷൻ എന്താണ്? ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് സെയിം സ്പീഷീസ് വിച്ച് കൻ റിപ്രൊഡ്യൂസ് among themselves and occupy a particular area at a given time. കമ്മ്യൂണിറ്റി എന്താണ്? സെവറൽ പോപ്പുലേഷൻസ് ആൻഡ് ഇവരെന്ത് ചെയ്യും? ഇന്ററാക്ട് ചെയ്യും. അതായത് they exhibit interaction and interdependence through trophic relationships. പോപ്പുലേഷനും കമ്മ്യൂണിറ്റിയുടെ ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. ഇനി കമൻസാലിസം എന്താണ് ഡെഫിനിഷൻ? നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ആൻഡ് എക്സാമ്പിൾ ക്ലൗൺ ഫിഷ് എങ്ങനെയാണ് ഗെയിൻസ് പ്രൊട്ടക്ഷൻ ഫ്രം പ്രെഡേറ്റേഴ്സ് ബൈ സ്റ്റേയിങ് വിത്തിൻ ദ സ്റ്റിങ്ങിങ് ടെന്റക്കിൾസ് ഓഫ് സീ ആനിമോൺ. പാരസിറ്റിസം എക്സാമ്പിൾ എന്താ നമ്മൾ കണ്ടത്? കസ് ക്യൂട്ട ഏതിൽ ഗ്രോ ചെയ്യുന്നു? ഹെഡ്ജ് പ്ലാന്റിൽ ഗ്രോ ചെയ്യുന്നു. ആൻഡ് അതെന്ത് ലൂസ് ചെയ്തു? ഫൈനലി ക്ലോറോഫില്ലും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ലൂസ് ചെയ്ത് ആൻഡ് ഇറ്റ് ഡയറക്ട്ലി ഡിറൈവ്സ് ന്യൂട്രീഷൻ ഫ്രം ദി ഹോസ്റ്റ്. നെക്സ്റ്റ് തിങ് കാമഫ്ലാജിന്റെ ഡെഫിനിഷൻ. കാമഫ്ലാജ് എന്താണ്? ദ ഫിനോമിനൻ ഓഫ് ബ്ലെൻഡിങ് ഓഫ് എൻ ഓർഗാനിസം വിത്ത് ദ സറൗണ്ടിങ് ഡ്യൂ ടു സിമിലർ കളർ, മാർക്കിംഗ് ആൻഡ് ഷേപ്പ് സോ ആസ് ടു അവോയ്ഡ് ദി predators. predatorsനെ അവോയ്ഡ് ചെയ്യാൻ. ഗ്രാസ് ഹോപ്പർ ഗ്രീൻ ഇൻ കളർ ആണ് ആൻഡ് അഗൈൻസ്റ്റ് ഗ്രീൻ എൻവയൺമെന്റ് നമുക്ക് ഗ്രാസ് ഹോപ്പറിനെ ഡിസ്റ്റിങ്ക്റ്റീവ്ലി കാണാൻ പറ്റില്ല. അതിന്റെ ആ എക്സാമ്പിൾ ആണ് എന്ത് പറയുന്നത്? കാമഫ്ലാജ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി മ്യൂച്വലിസം എന്താ? നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ എന്താണ്? ഡിഫറെന്റ് സ്പീഷീസ് തമ്മിലുള്ള കോമ്പറ്റീഷൻ ആണ് ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ. ആൻഡ് ഈ കോമ്പറ്റീഷനിൽ കമ്പീറ്റ് ചെയ്യുന്ന രണ്ട് സ്പീഷീസും എങ്ങനെയാണ്? നെഗറ്റീവ്ലി ആണ് അഫക്റ്റഡ് ആവുന്നത്. എക്സാമ്പിളും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ലോജിസ്റ്റിക് പോപ്പുലേഷൻ ഗ്രോത്ത് കർവ് പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് ലോജിസ്റ്റിക് പോപ്പുലേഷൻ ഗ്രോത്ത് കർവ്? കാണുന്നത് ലിമിറ്റഡ് അല്ലെങ്കിൽ ഫൈനൈറ്റ് റിസോഴ്സസ് ഉള്ള ഒരു പോപ്പുലേഷൻ ആണ്. ആൻഡ് അതിന്റെ ഡിഫറെന്റ് ഫേസസ് നമ്മൾ കണ്ടു. ഫസ്റ്റ് ഒരു ലാഗ് ഫേസ്, പിന്നെ ഒരു ആക്സിലറേഷൻ ഫേസ്. ഈ ആക്സിലറേഷൻ കഴിഞ്ഞ് ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഫേസ്, അത് കഴിഞ്ഞൊരു നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലെങ്കിൽ ഡീക്സിലറേഷൻ, ഫൈനലി എസിൻട്രോട്ട്. എസിൻട്രോട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റ്. ഇനി സെലക്ട് ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് എക്സ്പ്ലെയിൻസ് ബെസ്റ്റ് പാരസിറ്റിസം. പാരസിറ്റിസം ഏറ്റവും നന്നായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്. വൺ ഓർഗാനിസം ഇസ് ബെനിഫിറ്റഡ്. കുറച്ച് വേഗാണ്, തെറ്റാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വൺ ഓർഗാനിസം ഇസ് ബെനിഫിറ്റഡ് എന്ന് പറയുന്നത് ശരിയുമാണ്, പക്ഷെ കംപ്ലീറ്റ് അല്ല. ബോത്ത് ദ ഓർഗാനിസംസ് ആർ ബെനിഫിറ്റഡ് എന്ന് പറയുന്നത് തെറ്റാണ്. വൺ ഓർഗാനിസം ഇസ് ബെനിഫിറ്റഡ്, അതർ ഇസ് നോട്ട് എഫക്റ്റഡ്. അത് ഏതാണ്? കമൻസാലിസം ആണ്, പാരസിറ്റിസം അല്ല. വൺ ഓർഗാനിസം ഇസ് ബെനിഫിറ്റഡ്, അതർ ഇസ് അഫക്റ്റഡ്, അതാണ് പാരസിറ്റിസം. ഓപ്ഷൻ ഡി ആവും ആൻസർ. ലിസ്റ്റ് എനി 3 important characteristics of a population and explain. Characteristics of a population പാർട്ട് 2 ഡിസ്കസ് ചെയ്തിരുന്നു. പോപ്പുലേഷൻ ഡെൻസിറ്റി,
ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഏതെങ്കിലും 3 എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോ അതോടെ ചാപ്റ്റർ ഡിസ്കഷൻ ഇസ് ഓവർ. താങ്ക് യു.